ഞാൻ AR. ഓക്കെ, നിങ്ങൾക്ക് ഫിസിക്സ് ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ആദ്യം തന്നെ നമുക്ക് ഫിസിക്സ് എന്താണ്, അതേപോലെ തന്നെ എന്താ പറയാ, ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഇങ്ങോട്ടേക്ക് പഠിച്ചു വരുന്നതാണ്. 8th, 9th, 10th ഈ കഴിഞ്ഞ 3 കൊല്ലങ്ങളായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു 3 കൊല്ലത്തെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറെ കാര്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള തിങ്സ്, ഓക്കെ, കുറെ ബേസിക് എലമെന്ററി സാധനങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി +1ലേക്കും +2ലേക്കും പോകുമ്പോൾ നിങ്ങൾ പഠിക്കുന്നത് അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളുടെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഓൾറെഡി 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് +1 +2 നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതിന്റെ ഒക്കെ വേറെ ഫോംസ് ആയിരിക്കും. ഓക്കെ, അതായത് വേരിയസ് ഫോംസ് ആയിരിക്കും. അപ്പൊ പലരും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, അതായത് നിങ്ങളുടെ മുതിർന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് കുറെ പഠിക്കാനുണ്ട്, അതായത് കുറെ തിയറീസ് ഉണ്ട്, അതേപോലെ കുറെ ഡെറിവേഷൻസ് ഉണ്ട്, ഓക്കെ, കുറെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറെ എന്താ പറയാ പേടിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ ചിലരെങ്കിലും കുറച്ച് പേരെങ്കിലും പേടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തില് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് വളരെ സിമ്പിൾ ആയിട്ട്, ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, കാരണം എന്തായിരിക്കും? വളരെ സിമ്പിൾ എന്ന് പറയാൻ കാരണം, ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നമ്മുടെ നേച്ചറുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതായത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അതായത് പ്രകൃതിദത്തമായിട്ടുള്ള പല കാര്യങ്ങളും അതുപോലെ തന്നെ പ്രകൃതിയിലെ പല ഫിനോമിനാസും പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങൾ 7ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചത് സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും, ബേസിക് സയൻസ് അല്ലെ, ബേസിക് സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു 7ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് 8ലേക്കും 9ലേക്കും 10ലേക്കൊക്കെ എത്തുമ്പോൾ അത് സ്പ്ലിറ്റായി 3 വിഭാഗങ്ങളായി. ഏതൊക്കെയാ? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഓക്കെ, ഇതില് ആരാണ് എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അവിടെ എന്താണ് വ്യത്യാസം വരുന്നത് എന്നുള്ള ആരാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം? എനിബഡി? അറിയുന്ന പറഞ്ഞോ, നിങ്ങൾക്ക് അറിയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഞാൻ ഡെഫിനിഷൻ ഒന്നും അല്ല ചോദിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ മനസ്സിലാക്കിയിടത്തോളം, 3 കൊല്ലം പഠിച്ച വിദ്യാർത്ഥികളാണ് നിങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും വരുന്ന ബേസിക് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ എന്താണ്? പറഞ്ഞോളൂ. തെറ്റിക്കോട്ടെ, ഒന്നും ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് ഫ്രീ ക്ലാസ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ലോസും കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ഇതാണ്. ബയോളജി, ജീവശാസ്ത്രം, അങ്ങനെ പറയും. ജീവശാസ്ത്രം. കെമിസ്ട്രി എന്ന് പറയുമ്പോ എലമെന്റ്സിനെ കുറിച്ച് പഠിക്കണം. ഓക്കെ, സോ റിബിൻഷയും അതേപോലെ തന്നെ മെഹറിൻ, ഷഹൽ പറഞ്ഞോളൂ. നമ്മള് ഹ്യൂമൻ ബോഡീസിനെ അതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ കാര്യങ്ങൾ പഠിക്കണാണ് ബയോളജി. കെമിസ്ട്രി പറയുമ്പോ രാസപ്രവർത്തന ഓരോ എലമെന്റ്സും തമ്മിലുള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഫിസിക്സ് പറയുമ്പോ നമ്മള് ഡെയിലി പ്രവർത്തനങ്ങളായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ വെരി ഗുഡ്. അപ്പോ നിങ്ങളിവിടെ 3 പേരും പറഞ്ഞ കാര്യങ്ങൾ വളരെ എന്താ പറയാ, അത്രയും പെർഫെക്റ്റ് ആണ്, വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ബയോളജി എന്നുള്ളതിന്റെ മലയാളം എന്താ? ജീവശാസ്ത്രം എന്ന് പറയും അല്ലെ. നിങ്ങളുടെ ചിലർ മലയാളം മീഡിയം ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ +1 +2ലേക്ക് എത്തുമ്പോൾ കംപ്ലീറ്റ്ലി പഠിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ടേംസും പഠിക്കുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മലയാളം ടേംസും കൂടി ഞാൻ ആദ്യം പറയാം, കാരണം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ബയോളജി എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രവും, അതുപോലെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ രസതന്ത്രവും, അതുപോലെ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഊർജ്ജതന്ത്രവുമാണ്. അപ്പോ ആ പേരിൽ തന്നെ ഉണ്ട്, ബയോളജി, ജീവശാസ്ത്രം എന്ന് പറയുമ്പോൾ ജീവജാലങ്ങളുമായിട്ട്, അതായത് ജീവിച്ചിരിക്കുന്ന വസ്തുക്കളുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ്. അത് എനിമൽസ് ആവാം, അതുപോലെ പ്ലാന്റ്സ് ആവാം. എനിമൽസ് എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ പെടും? നമ്മൾ വരും, അതേപോലെ ലൈക്ക് ഹ്യൂമൻ ബീങ്സും വരും, എനിമൽ ബീങ്സും വരും. അതേപോലെ ബോട്ടണി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സുവോളജിയുടെയും ബോട്ടണിയുടെ ഒരു ക്ലാസ് കഴിഞ്ഞതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. ഇനി കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താ? കെമിസ്ട്രി ആറ്റംസ്, മോളിക്യൂൾസ്, എലമെന്റ്സ്, ഇങ്ങനെയുള്ള രാസപരമായിട്ടുള്ള, അതായത് കെമിക്കൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ കുറിച്ചും കെമിക്കൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂൻസിനെ കുറിച്ചും പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. ഇനി നേരെ മറിച്ച് ഫിസിക്സിലേക്ക് കിടക്കുകയാണെങ്കിലോ, നമ്മുടെ പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് എന്താ? ഫിസിക്സ് ആണ്.
അല്ലെ? നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഫിസിക്സ് ആണ്. ഫിസിക്സ് എന്ന് പറയുന്നത് സിമ്പിൾ ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് സ്റ്റഡി ഓഫ് നേച്ചർ. ഓക്കെ, പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ഒത്തുചേർന്ന് പ്രകൃതിയെ കുറിച്ച് പഠിക്കുന്ന ഒരു പ്രകൃതിയുടെ ഒരു ശാഖ തന്നെയാണ് എന്ത് ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് നേച്ചർ, അല്ലെങ്കിൽ എന്താ പറയാ, ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് നേച്ചർ എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നേച്ചറിനെ കുറിച്ചുള്ള പഠനമായതുകൊണ്ട് നമുക്ക് പഠിത്തം, ഫിസിക്സിന്റെ പഠിത്തം അല്ലെങ്കിൽ ഫിസിക്സിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതായത് വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള, അതായത് ഡെയിലി ലൈഫിലെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡെയിലി റുട്ടീൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഫിസിക്സിന്റെ ഒരു അപ്ലിക്കേഷൻ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഫിസിക്സിന്റെ ഒരു സാധ്യത, ഒരു സ്കോപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പ്രധാനമായിട്ടും ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഇന്ന് രാവിലെ എണീറ്റ കാര്യം, അതായത് ഇന്ന് രാവിലെ നിങ്ങൾ ഒരു 7 മണി അല്ലെങ്കിൽ 6:30ക്കാണ് എണീറ്റെന്ന് വിചാരിക്കാം. ഫസ്റ്റ് എണീക്കുന്ന ഒരാള് ആദ്യം ചെയ്യുക എന്താ? ബേസിക്കലി കണ്ണ് തുറക്കും, അല്ലെ? യു വിൽ ഓപ്പൺ യുവർ ഐസ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ പതിയെ സ്ലോലി ആയിട്ട് എന്ത് ചെയ്യും? ബെഡിൽ നിന്ന് എണീക്കും. ചാടി എണീക്കാം, ഓക്കെ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. എങ്കിലും നമ്മൾ ബേസിക്കലി ചെയ്യുന്ന ഒരു പ്രോസസ് എന്താ? കണ്ണ് തുറന്ന് പതിയെ നമ്മുടെ ബെഡിൽ നിന്ന് എണീക്കും. അപ്പോ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങള് ബോഡിയുടെ മോഷനാണ്, ബോഡിക്ക് സംഭവിക്കുന്ന, അതായത് നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന ചലനങ്ങളാണ്. ഈ ചലനം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ചലനം എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആണ്. ഓക്കെ, മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും, ഓക്കെ, ഡെയിലി ലൈഫിലുള്ള എല്ലാ റുട്ടീനൽ ആക്ടിവിറ്റീസിനെയും നമുക്ക് എന്തുമായിട്ട് കോറിലേറ്റ് ചെയ്യാം? ഫിസിക്സുമായിട്ട് കോറിലേറ്റ് ചെയ്യാം. അതായത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും, നമ്മൾ പഠിക്കുന്ന ഫിസിക്സിലുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ആ കാര്യം വളരെ വ്യക്തമായിരിക്കും. ഓക്കെ, ഫിസിക്സിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഡെയിലി ലൈഫുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു സബ്ജക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഇപ്പോഴേ വീണ്ടും പറയാണ്, നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഡെയിലി ലൈഫിലുള്ള പല കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുക. ഓക്കെ, ബന്ധപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നല്ല അവബോധം, അതായത് നല്ലൊരു അവയർനെസ് ഉണ്ടാവുകയും അത് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ടാക്കിൾ ചെയ്യാനും സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഫിസിക്സിലുള്ള പല പ്രോബ്ലംസും പല അപ്ലിക്കേഷൻസും ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മിക്കതും എന്തായിരിക്കും? ഡെയിലി ലൈഫിലുള്ള നിങ്ങൾക്ക് നടക്കുന്ന കുറെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഒരു ബസ് ഓടുന്നതും ഒരാൾ മൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു ബോഡി കറങ്ങുന്നതും ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ ഫിസിക്സിൽ പഠിക്കുക. അതേ കാര്യങ്ങളൊക്കെ കുറിച്ച് തന്നെയായിരിക്കും പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ഐഡിയ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ കറക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, പിന്നീട് ഈ ഒരു സബ്ജക്ട് ഫിസിക്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇതില് ഇത്രയും കാലം പഠിച്ച ആ ഒരു 3 കൊല്ലത്തെ കാലയളവിൽ നിങ്ങൾ പഠിച്ചിടത്തോളം നിങ്ങൾക്ക് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് എങ്ങനെയായിട്ടാ തോന്നിയത്? ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. 1-2 പേര് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ബെറ്റർ ആണ്. നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം, അതായത് ഫിസിക്സിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയത് ടഫാണോ, സിമ്പിൾ ആണോ, അതേപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിരുന്ന രീതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? പറഞ്ഞ പോലെ ഓക്കെ, എന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതും അതിന് ബന്ധപ്പെട്ടുള്ള ലോസും കാര്യങ്ങളും. പക്ഷെ ഫിസിക്സ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ വളരെ ഈസിയാണ് അല്ലേ? വെരി ഗുഡ്. അപ്പോ ഷാലു പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഫിസിക്സ് നമ്മൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ, അതായത് ഫിസിക്സിലേക്ക് ഇറങ്ങി ചെന്ന് പഠിക്കുക എന്ന് പറയും അല്ലെ? ഒരു സബ്ജക്ട് നമ്മൾ എന്ത് ചെയ്യുക? അറിഞ്ഞ് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഒരു സബ്ജക്ട് നമ്മൾ അറിഞ്ഞ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി ചെന്ന് നന്നായിട്ട് എന്താ പറയാ, കൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് ഇരുത്തി വായിച്ച് മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് ആ സബ്ജക്ട് എന്ത് ചെയ്യാൻ പറ്റും? ടാക്കിൾ ചെയ്യാൻ പറ്റും. ഇത് ഫിസിക്സിന്റെ മാത്രം കാര്യമല്ല, ഏത് സബ്ജക്ട് എടുത്താലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സയൻസ് സബ്ജക്ട്സ് ഏതും ആയിക്കോട്ടെ, മാത്സും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് സബ്ജക്ട് ആയിക്കോട്ടെ, നമ്മളൊരു സബ്ജക്റ്റിലേക്ക് മര്യാദയ്ക്ക് ഇറങ്ങി ചെന്ന് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത് എളുപ്പമായിട്ട് ആ ഒരു സബ്ജക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോ ഇന്നിപ്പോ ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഫിസിക്സ് പഠിക്കുമ്പോൾ അതിലുള്ള എല്ലാ ടേംസിനെയും നമ്മുടെ നേച്ചറുമായിട്ട്, നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുക. ഒരിക്കലും ഒരു ലോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇക്വേഷൻസ് ആയിക്കോട്ടെ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ നിൽക്കരുത്? അതിനെ മഗപ്പ് ചെയ്യരുത്. മഗപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ബൈ ഹാർട്ട് ചെയ്യാൻ നിൽക്കരുത്.
ഓക്കെ, നമുക്ക് ലോസിനെയും അതേപോലെ തന്നെ കൺസെപ്റ്റ്സിനെയും ഒക്കെ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്താണ്, എങ്ങനെയാണ് അത് സ്റ്റേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അത് മീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് എന്താ പറയാ ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, നിങ്ങളുടെ വേർഡ്സിൽ, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ സാധിക്കും. അതേപോലെ തന്നെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിനുള്ള ഓരോ സ്റ്റെപ്പുകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അപ്രോച്ച്, ഞാൻ അതിനെ ഇൻഡിവിജ്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള അപ്രോച്ച് എന്ന് വിളിക്കും. ഓക്കെ, എലമെന്ററി അപ്രോച്ച് എന്ന് വിളിക്കും. അതായത് ഓരോ സ്റ്റെപ്പും ഡിറൈവ് ചെയ്യുന്നത് ഓരോ മെത്തേഡിലായിരിക്കും, അല്ലെങ്കിൽ ഓരോ ടാസ്ക് റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ ഓരോ സ്റ്റെപ്പിനും ഡിറൈവ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അത് പ്രകാരം ഡിറൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഇക്വേഷൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ ഒരിക്കലും എവിടെയും നിങ്ങൾ എന്താവില്ല, സ്റ്റക്ക് ആവില്ല. സ്റ്റക്ക് ആവുന്നത് നിങ്ങൾ അത് ബൈഹാർട്ട് പഠിക്കുന്നതുകൊണ്ടാണ്. ബൈഹാർട്ട് പഠിക്കുന്നതിലുപരി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓരോ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലെ ഓരോ സ്റ്റെപ്പ് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അവിടെ അപ്ലൈ ചെയ്യേണ്ട ലോജിക് എന്താണ്, ലോജിക് ബിഹൈൻഡ് ദ ഇക്വേഷൻ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അത് മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താനേ നിങ്ങളുടെ മെമ്മറിയിൽ അത് ഫീഡ് ആയിക്കോളും, താനേ എന്ത് വന്നോളും, ഓരോ ഡെറിവേഷൻസ് വന്നോളും. ഓക്കെ, ഇത് ഞാൻ തുടക്കത്തിൽ പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ, വരുന്ന ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ അത്യാവശ്യം എന്ത് കാണും, നമ്മൾ അത്യാവശ്യം ഇക്വേഷൻസ് കാണും. അപ്പൊ അത്യാവശ്യം ഇക്വേഷൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും ചിന്തിക്കേണ്ട, ഈ ഇക്വേഷൻസ് ഒക്കെ തമ്മിൽ കൺഫ്യൂസിങ് ആവില്ലേ, അതായത് ആകെ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ, പഠിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. ഓക്കെ, പക്ഷെ അത് ബുദ്ധിമുട്ടാവാതിരിക്കാനാണ് ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ഇക്വേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ മീൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ദെൻ ഓരോ സ്റ്റെപ്പും ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക, മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് അതിനെ ഫീഡ് ചെയ്ത് വെക്കുക. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലി ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അപ്പോ ഇത്രയാണ് ഫിസിക്സിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. ഓർത്തു വെക്കുക, എപ്പോഴും നേച്ചറിനെ കുറിച്ചിട്ട് അഥവാ നമ്മുടെ പ്രകൃതിനെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് ഫിസിക്സ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബയോളജിയിലും എന്ത് തന്നെയാണ്, പ്രകൃതിനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്, അല്ല പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. പക്ഷെ എങ്ങനെയാ ഫിസിക്സും ബയോളജിയും സെപ്പറേറ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ തമ്മിലൊരു വ്യത്യാസം വരുന്നത്? ഫിസിക്സ് എന്ന് പറയുമ്പോൾ പ്രകൃതിയിലുള്ള എല്ലാവരെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ജീവജാലങ്ങൾ തന്നെ ആവണമെന്നില്ല, ലിവിങ് ബീങ്സ് തന്നെ ആവണമെന്നില്ല, നോൺ ലിവിങ് ബീങ്സ് ആവാം, അതായത് ജീവനില്ലാത്ത വസ്തുക്കളാവാം. നേരെ മറിച്ച് ബയോളജിയിൽ നമ്മൾ പഠിക്കുന്ന എല്ലാം ജീവജാലങ്ങളെ കുറിച്ചിട്ടാണ്, അതായത് ലിവിങ് ബീങ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബയോളജിയിൽ പഠിക്കുക. ഓക്കെ, അപ്പൊ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യവും, നേച്ചറിലുള്ള എല്ലാ കാര്യങ്ങളും, ലിവിങ് ബീങ്സ് ആയിക്കോട്ടെ നോൺ ലിവിങ് ബീങ്സ് ആയിക്കോട്ടെ, നോൺ ലിവിങ് ബീങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാനറ്റ്സ് ഒക്കെ വരാം. ഓക്കെ, അതേപോലെ തന്നെ എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും വരാം. ഇപ്പൊ ഞാൻ എടുക്കുന്ന ഒരു ടേബിൾ, ഒരു ചെയറിനെ കുറിച്ചൊക്കെ പഠിക്കുകയാണ്, ഒരു ബോളിനെ കുറിച്ച് പഠിക്കുകയാണ്, അതൊക്കെ നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സ് ആണ്. ആ നോൺ ലിവിങ് തിങ്സിന്റെ ഒക്കെ പിന്നിലുള്ള ഫിസിക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ലിവിങ് തിങ്സ്, ഇപ്പൊ ഞാൻ ഓടുകയാണ്, ഞാൻ ചാടുകയാണ്, ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, അതും ഫിസിക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോ ഒരു ലിവിങ് ആയിട്ടുള്ള ഒരു തിങ്ങിന്റെയും നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്ങിന്റെയും ഫിസിക്കൽ സ്റ്റഡിയാണ് എന്തിൽ നടക്കുന്നത്, ഫിസിക്സിൽ നടക്കുന്നത്. ഓക്കെ, സിംപ്ലി നമുക്ക് അങ്ങനെ പറയാം, സ്റ്റഡി ഓഫ് നേച്ചർ തന്നെയാണ്. അതേപോലെ തന്നെ ഒരു ലിവിങ് തിങ്സിന്റെയും നോൺ ലിവിങ് തിങ്സിന്റെയും എന്തും കൂടിയാണ്, ഒരു ഫിസിക്കൽ സ്റ്റഡി കൂടിയാണ് എന്തെന്ന് പറയുന്നത്, ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു കൊല്ലം, അതായത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഫിസിക്സിൽ പഠിക്കാനുള്ളത് 15 ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഫിസിക്സിൽ പഠിക്കാനുള്ളത് 15 ചാപ്റ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് ഇയറിലും, അതായത് പ്ലസ് ടുവിലും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ്, 15 ചാപ്റ്റേഴ്സ് ആണ്. ഇതിലെ പല വിഭാഗങ്ങളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പല വിഭാഗങ്ങളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ പല വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ പറയാ, കൈനറ്റിക്സ്, കൈനമാറ്റിക്സ്, അതേപോലെ തന്നെ ഒപ്റ്റിക്സ്, അതേപോലെ തന്നെ ഇലക്ട്രിക് ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോ ഫിസിക്സ്. ഓക്കെ, അതേപോലെ തന്നെ ആസ്ട്രോഫിസിക്സ്, അറ്റോമിക് ഫിസിക്സ് എന്ന് പറഞ്ഞ് പല ഡിഫറെന്റ് ബ്രാഞ്ചസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനുള്ള ടോട്ടൽ ചാപ്റ്റേഴ്സിനെ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് എന്തൊക്കെയാണ് ബേസിക്കലി ഓരോ ചാപ്റ്ററിലും നമുക്ക് പഠിക്കാനുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫിസിക്കൽ വേൾഡിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോ റെഡി അല്ലേ എല്ലാരും? Yes, sir. Yes, sir. Okay. Yes, sir. Yes, sir. Yes, sir. അപ്പോ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ഫിസിക്കൽ വേൾഡ് ആണ്. ഒരു സബ്ജക്ട് ഫിസിക്സ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ഫിസിക്സിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടണം, അല്ലെ? എന്താണ് ഫിസിക്സ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ബേസിക് ഐഡിയ, ഒരു നോളേജ്, ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടെ പിന്നീട് അതിലേക്ക് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്നിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ചൂഴ്ന്നിറങ്ങി ചെല്ലുക എന്ന് പറയും, അങ്ങനെ ഇൻ ഡെപ്തിലേക്ക് നമ്മൾ പോയിട്ട് കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വെരി ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങളുടെ ഫിസിക്കൽ വേൾഡ് ആണ്. സാധാരണ ആരും പ്രാധാന്യം കൊടുക്കാത്ത, ഓക്കെ അങ്ങനെ തന്നെ പറയാം, ആരും പ്രാധാന്യം കൊടുക്കാത്ത, ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാത്ത ഒരു ചാപ്റ്റർ ആണ് ഫിസിക്കൽ വേൾഡ്. ഇറ്റ് മിയർലി എക്സിസ്റ്റ്,
അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ആ ഒരു ചാപ്റ്റർ ഉണ്ടോ എന്നുള്ളത് പോലും ആർക്കും അറിയില്ല. പക്ഷേ അതിനൊരു പ്രാധാന്യമുണ്ട്. ആ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമായതുകൊണ്ട്, അതായത് അതിൽ കണ്ടന്റ്സ് വളരെ കുറവാണ്. ടെക്സ്റ്റ് നോക്കിയാൽ തന്നെ 1-2 പേജ് ആ ചാപ്റ്റർ ഉണ്ടാവുള്ളൂ. ഓക്കെ, കണ്ടന്റ്സ് വളരെ കുറവായതുകൊണ്ട് എല്ലാവരും ചിന്തിക്കും, ഈ ചാപ്റ്റർ വേണ്ട, ഇത് സ്കിപ്പ് ചെയ്ത് കളയാം, അല്ലെ, എക്സാമിനൊന്നും ചോദിക്കില്ല എന്ന് വിചാരിക്കും. പക്ഷെ എക്സാമിന് ട്വിസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററാണ് ആ ഫസ്റ്റ് ചാപ്റ്റർ. പക്ഷെ ഫസ്റ്റ് ചാപ്റ്ററിലെ കൺസെപ്റ്റ് ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എഴുതാം. കാരണം കണ്ടന്റ് വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ ആ ചാപ്റ്റർ പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ആ ചാപ്റ്റർ ആണ് ഫിസിക്സിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഫിസിക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. അതേപോലെ എല്ലാ ചാപ്റ്ററിന്റെയും ഒരു അവയർനെസ്, അല്ലെങ്കിൽ അതിൽ പഠിക്കാൻ പോകുന്ന പല കാര്യങ്ങളെ കുറിച്ചും ഒന്ന് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യുന്നതും കൂടി ഏത് ചാപ്റ്റർ ആയിരിക്കും? ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫിസിക്കൽ വേൾഡിലാണ്. സോ ദ വെരി ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ്, നമ്മുടെ ദ വേൾഡ് അറൌണ്ട് അസ്, അതിനെ കുറിച്ച് ബേസിക് ആയിട്ട് പഠിക്കുന്ന, ഒരു ഫിസിക്കൽ വേൾഡിനെ കുറിച്ച് ബേസിക് ആയിട്ട് പഠിക്കുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന പല ക്വാണ്ടിറ്റികളെയും നമുക്ക് അളക്കണം, അല്ലെ? അതായത് ഇപ്പൊ മാസ് ഉണ്ടാവും. ഇപ്പോ കടയിൽ പോയിട്ട് 1 കിലോഗ്രാം അരി മേടിക്കുക എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അതായത് കടയിൽ പോയിട്ട് കുറച്ച് അരി മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഒരു ഐഡിയ കിട്ടില്ല. നമ്മൾ എന്ത് പറയും? 1 കിലോ അരി, അല്ലെങ്കിൽ 5 കിലോ അരി, അല്ലെങ്കിൽ 10 കിലോ അരി, അല്ലെ? അവിടെ ആ അരിയുടെ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് അളക്കുന്ന ആ ഒരു ടേംസ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. 5 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് എന്തായി? 5 കിലോഗ്രാം, അല്ലെങ്കിൽ മാസം എന്തായി? 5 കിലോഗ്രാം ആയി. ഓക്കെ, 10 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അതിന്റെ മാസം എന്തായി? 10 കിലോഗ്രാം ആയി. അപ്പൊ ഹൗ മച്ച് ക്വാണ്ടിറ്റി ഈസ് ബീങ് മെഷേർഡ് എന്നുള്ളത് അതിന്റെ യൂണിറ്റ് ആണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ ഒരു യൂണിറ്റിലാണ് ഓരോ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ എന്ത് ചെയ്യുക? റെപ്രസെന്റ് ചെയ്യുക. ഇനി അതെങ്ങനെ മെഷർ ചെയ്യുന്നു? മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ക്വാണ്ടിറ്റികൾക്കുള്ള യൂണിറ്റുകൾ ഏതാണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ പഠിക്കുക. ഇനി അളക്കുമ്പോൾ ഉണ്ടാവാവുന്ന, അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന സ്വാഭാവികമായിട്ടുള്ള തെറ്റുകൾ, എറേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആൻഡ് പേര് പോലെ തന്നെ യൂണിറ്റുകളെ കുറിച്ചും അവ മെഷർ ചെയ്യുന്ന രീതികളെ കുറിച്ചിട്ടുമാണ് പഠിക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് ചാപ്റ്ററും ഫോർത്ത് ചാപ്റ്ററും ഞാൻ ഒരു വിഭാഗത്തിൽ പെടുത്താണ്, കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പെടുത്താണ്. കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ പേര് മാത്രമേ കുറച്ച് നിങ്ങൾ കേൾക്കാത്തുള്ളൂ, പക്ഷെ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാ? ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, അത് മോഷനെ സ്ട്രെയിറ്റ് ലൈൻ എന്നും മോഷനെ പ്ലെയിൻ എന്ന് പറഞ്ഞ 2 ചാപ്റ്റേഴ്സ് ആയിട്ട് നിങ്ങൾ പഠിക്കും. ഓക്കെ, നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, വെലോസിറ്റി ഉണ്ടാവും, ആക്സലറേഷൻ ഉണ്ടാവും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ 8th-ലും 9th-ലും 10th-ലൊക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചു തന്നെയാണ്. ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, ന്യൂട്ടന്റെ പല ലോസും അതിനെ കുറിച്ചിട്ടൊക്കെ. ഇനി 5th ചാപ്റ്ററും 6th ചാപ്റ്ററും നോക്കുകയാണെങ്കിൽ അത് രണ്ടും കൈനറ്റിക്സ് ആണ്. ഓക്കെ, കൈനറ്റിക്സ്. എന്താ കൈനമാറ്റിക്സും കൈനറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം? കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മോഷനിലായിക്കൊണ്ടിരിക്കുമ്പോൾ ആ മോഷനിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രമാണ് പറയുന്നത്. ഓക്കെ, ഒരു ബോഡിയുടെ മോഷനിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രമാണ് എന്ത് പറയാം? കൈനമാറ്റിക്സ് പറയാം. നേരെ മറിച്ച് കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബോഡി മോഷനിലായിരിക്കുമ്പോൾ മോഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? ഓക്കെ, ആ ഒരു ബോഡി മോഷനിലായിരിക്കുമ്പോൾ മോഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ മോഷൻ എങ്ങനെ ഉണ്ടായി, ചലനം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ആര് പറയാം? കൈനറ്റിക്സ് പറയാം. ഓക്കെ, അപ്പൊ കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മോഷനിൽ എന്തൊക്കെ നടക്കുന്നു എന്നും, കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ മോഷൻ എങ്ങനെ സംഭവിച്ചു എന്നും അതിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ കൈനറ്റിക്സിൽ വരുന്ന ടേംസ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഫോഴ്സ്, വർക്ക്, എനർജി, പവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ ഒക്കെ നമ്മൾ ഇവിടെ പഠിക്കുക. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, അല്ലെ? 8ാം ക്ലാസ് തൊട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. അതൊക്കെ വീണ്ടും ഒന്നും കൂടി അതിന്റെ ഹയർ വേർഷൻസ് ആയിട്ട് നമ്മളിവിടെ പഠിക്കും. ഓക്കെ, പിന്നെ മൊമെന്റം, ഇമ്പൾസ്, അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ കാണും. സോ 5th-ഉം 6th-ഉം ചാപ്റ്റർ അതാണ്, കൈനറ്റിക്സ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഇനി 7th ചാപ്റ്റർ റൊട്ടേഷണൽ മോഷൻ ആണ്. സാധാരണ പേര് പോലെ തന്നെ റൊട്ടേഷണൽ മോഷൻ ഉള്ള ചാപ്റ്റർ എത്തുമ്പോഴേക്കും എല്ലാവരുടെയും കൺസെപ്റ്റ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യും? ഒന്ന് കറങ്ങി തുടങ്ങും. ഓക്കെ, ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മുടെ കൺസെപ്റ്റുകളൊക്കെ നേരെ മാറി മറിയുന്ന ഒരു ചാപ്റ്ററാണ് റൊട്ടേഷണൽ മോഷൻ. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ റൊട്ടേഷണൽ മോഷനിൽ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അതായത് നിങ്ങൾ സാധാരണ ആ ഒരു 3, 4, 5, 6 ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ 7ാമത്തെ ചാപ്റ്റർ എത്തുമ്പോഴേക്കും അതേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും, പക്ഷെ വേറൊരു പേരിലാണ് പഠിക്കുക. ഓക്കെ, അത് റൊട്ടേഷണൽ മോഷൻ എന്ന പേരിലായിരിക്കും. അതേപോലെ റൊട്ടേഷണൽ മോഷനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച വെലോസിറ്റിയും ആക്സലറേഷനും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ എന്തിൽ വരും? റൊട്ടേഷണൽ മോഷനിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, ആ റൊട്ടേഷണൽ മോഷനിൽ നിങ്ങൾ കാണുന്ന ആൾക്കാർ ഇതേ ആൾക്കാർ തന്നെയായിരിക്കും, പക്ഷെ മറ്റൊരു പേരിലായിരിക്കും അവർ അറിയപ്പെടുക, ഒരു അപരനാമത്തിലായിരിക്കും എന്ത് ചെയ്യുക? അറിയപ്പെടുക. ഓക്കെ, ദെൻ 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രാവിറ്റേഷൻ ആണ്. 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ആണ്.
ഗ്രാവിറ്റേഷൻ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഭൂഗുരുത്വാകർഷണം അല്ലെ, അതായത് ഭൂമിക്ക് എന്ത് ചെയ്യാം, ഭൂമിയിലേക്ക് എല്ലാ വസ്തുക്കളെയും ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അതാണ് എന്ത്, ഗ്രാവിറ്റേഷൻ. അതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ 8th ചാപ്റ്ററിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പഠിക്കുക. ദെൻ 9th ചാപ്റ്ററും 10th ചാപ്റ്ററും സോളിഡ്സ് ഫ്ലൂയിഡ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സും. ഓക്കെ, ഒരു സോളിഡ് വസ്തുക്കൾക്ക് ഉണ്ടാവാവുന്ന മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, സവിശേഷതകൾ. ഓക്കെ, ഞാൻ അതിനെ വലിക്കുമ്പോൾ, അതേപോലെ തന്നെ പിടിച്ചമർത്തുമ്പോൾ, കംപ്രസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക, നിങ്ങൾ 9th ചാപ്റ്ററിൽ പഠിക്കുക. 10th ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ അത് സോളിഡ്സിന് പകരം എന്തായി, ഫ്ലൂയിഡ്സ് ആയി മാറും. ഫ്ലൂയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സോളിഡ്സിന് സംഭവിച്ച പോലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അവിടെ ഉണ്ടാവും. എന്തൊക്കെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾ അവിടെ പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ 11th ചാപ്റ്റർ എന്ന് പറയുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. ഓക്കെ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് തെർമൽ പ്രോപ്പർട്ടീസിലേക്കാണ്. തെർമൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വസ്തുക്കളുടെയും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, ഓരോ വസ്തുക്കളുടെയും ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ഓരോ മെറ്റീരിയൽസിന്റെയും പ്രോപ്പർട്ടികൾ എങ്ങനെ മാറുന്നു, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അതിനുണ്ടാവുന്നത്, ആ കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ എവിടെ പഠിക്കും, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ പഠിക്കും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പഠിക്കുന്ന 12th ചാപ്റ്റർ എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറും ഹീറ്റും വർക്കും, അഥവാ ഹീറ്റും വർക്കും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. വലിയൊരു ശാഖയാണ്, സയൻസിലെ വലിയൊരു ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. അത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങൾ +1 കെമിസ്ട്രിയിലും പഠിക്കും തെർമോഡൈനാമിക്സ്, അതേപോലെ ഫിസിക്സിലും പഠിക്കും തെർമോഡൈനാമിക്സ്. കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സ് കുറച്ച് വ്യത്യാസമുണ്ട്, ഫിസിക്സിലെ തെർമോഡൈനാമിക്സ് കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, ദെൻ 13th ചാപ്റ്റർ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ്. ഓക്കെ, അത് കുറെയൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, കെമിസ്ട്രിയിൽ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഗ്യാസിന്റെ ഐഡിയൽ ഗ്യാസ് ലോസും ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും ഒക്കെ അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു ഗ്യാസിന്റെ കൺസെപ്റ്റുകൾ, ഗ്യാസിന്റെ മോളിക്കുലാർ ലെവലിലുള്ള കൺസെപ്റ്റുകളായിരിക്കും നിങ്ങൾ അവിടെ പഠിക്കുക. ഓക്കെ, ദെൻ 14th 15th ചാപ്റ്റർ വേവ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഒന്നിനെ ഞാൻ ഓസിലേഷൻസ് എന്ന് വിളിക്കും, മറ്റേത് ഞാൻ വേവ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഓസിലേഷൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ഘടികാരം, അതായത് താഴെ ഒരു പെൻഡുലം തൂങ്ങിക്കിടക്കുന്ന ഒരു ഘടികാരം, ഒരു ക്ലോക്ക്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. അതേപോലെ ഊഞ്ഞാൽ ആടുന്നത്, അതൊക്കെ എന്താണ്, ഓസിലേഷൻസ് ആണ്. ഓക്കെ, ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോയി വീണ്ടും തിരിച്ച് ആദ്യത്തെ പൊസിഷനിലേക്ക് എത്തുക, അതൊക്കെ എന്താണ്, ഓസിലേഷൻ ആണ്. ദെൻ വേവുകൾ, വേവ് എന്ന് പറഞ്ഞാൽ എന്താ, ഓളം എന്ന് പറയും അല്ലെ, അതിന്റെ മലയാളത്തിൽ ഓളം എന്ന് പറയും. അതായത് ഞാൻ ഒരു കല്ല് വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ എന്തുണ്ടാവും, അവിടെ റിപ്പിൾസ് ഉണ്ടാവും, അതായത് ഓളം വെട്ടും. ആ ഓളമൊക്കെ എന്താണ്, വേവ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് വേവ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് 15th ചാപ്റ്റർ ആയിട്ടുള്ള വേവ്സ്. ഓക്കെ, അപ്പൊ ബേസിക്കലി ഈ 15 കാര്യങ്ങൾ, അതായത് 15 ചാപ്റ്ററിലും 15 കണ്ടന്റ്സ് നമ്മൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽ ചില ചാപ്റ്റേഴ്സ് ഒക്കെ 1-2 ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ക്ലബ് ചെയ്യാം, ഗ്രൂപ്പായിട്ട് തന്നെ പറയാൻ പറ്റും, കാരണം ഒക്കെ റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഫിസിക്സിൽ പഠിക്കുന്നത്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും സെക്കൻഡ് ഇയർ. ഇതിന്റെ കണ്ടിന്യൂവേഷനും പിന്നെ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സെക്കൻഡ് ഇയറിൽ ഫിസിക്സിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്, പക്ഷെ കൺസെപ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഒക്കെ റിലേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്യുക. ആ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്കൊരു ഐഡിയ കിട്ടും, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ആയിട്ടാണ് ഇത് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഐഡിയ കിട്ടും, എങ്ങനെ അടുത്ത ടോപ്പിക്ക് പഠിക്കാം, അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്ക് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് പ്രീവിയസ് ടോപ്പിക്കിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. ഓക്കെ, സോ ഇത്രയാണ് ഫിസിക്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അതേപോലെ നമുക്ക് ഇക്കൊല്ലം പഠിക്കാനുള്ള ടോപ്പിക്സ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫിസിക്കൽ വേൾഡ് ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാം, ഒരു PPT ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ആ PPT ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീന് കാണാനുണ്ടോ മക്കളെ? Yes, sir. ഓക്കെ, ഗുഡ് ആണല്ലോ അല്ലെ. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം തന്നെ ഈ PPT-യിൽ ക്രിയേറ്റ് ഇട്ടിട്ടുള്ള കാര്യം ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഹൈലൈറ്റ് ചെയ്തിട്ടാണ്. ഒന്ന് നോക്കി നോക്കിയേ, ഈ ഒരു സ്ലൈഡ് ഇടാനുള്ള റീസൺ വേറെ ഒന്നുമല്ല. ഈ സ്ലൈഡ് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം, ഇതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇത്രയും കാര്യങ്ങളൊക്കെ ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്.
എല്ലാ കാര്യങ്ങളും ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ഒരു ബയോളജി കാണാം. ഓക്കെ, ബയോളജി കാണാം. ബയോളജി പോലും എന്താണ്, ഫിസിക്സും അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, കാരണം നമ്മൾ ലിവിങ് ബീങ്സിനെ കുറിച്ച്, ലിവിങ് ബീങ്സിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട് ഫിസിക്സിൽ. അത് തന്നെയാണ് ബയോളജി. ഓക്കെ, ബയോളജി അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് വളരെ ചെറുതായിട്ടായാലും അതെ, അല്ലെങ്കിൽ എന്താ പറയാ വലുതാക്കിയാലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും കാണാത്തതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് വായിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം ഫിസിക്സുമായിട്ടും സയൻസുമായിട്ടും റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുക ഒന്ന് ഫിസിക്സും ഒന്ന് സയൻസും ആയിരിക്കും അല്ലെ. നമുക്ക് വളരെ ബോൾഡായിട്ട് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന രണ്ട് ടേംസ് എന്താ, ഫിസിക്സും സയൻസും ആണ്. റെഡ് കളറാണ് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്യുക, അതുകൊണ്ടാണ് അവർ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ പഠിക്കാനുള്ള നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫിസിക്സും അതേപോലെ തന്നെ സയൻസും ആണ്. ഓക്കെ, ഫിസിക്സും അതേപോലെ സയൻസും. ഫിസിക്സിനെ കുറിച്ചും സയൻസിനെ കുറിച്ചും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ നേച്ചറിനെ കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങളാണ്. പല സയന്റിസ്റ്റുകൾ പല സയന്റിസ്റ്റുകൾ അഥവാ പല ഫിസിക്സുകളും ഇതേപോലെ ഈ ഒരു ഫീൽഡിലേക്ക് വളരെ കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറെ അധികം കോൺട്രിബ്യൂഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കുറെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് സർ ഐസക് ന്യൂട്ടൺ, പിന്നെ ഗലീലിയോ ഗലീലി, ഓക്കെ, അതേപോലെ തന്നെ ആർക്കിമിഡീസ് ഉണ്ട്, ദെൻ ബ്ലേസ് പാസ്കൽ ഉണ്ട്, ഓക്കെ, അറിസ്റ്റോട്ടിൽ ഉണ്ട്, പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ട്, തോമസ് ആൽവ എഡിസൺ ഉണ്ട്. ഇങ്ങനെ കുറെ പേരെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവരൊക്കെ കുറെ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ഇതിൽ തന്നെ നമ്മൾ സ്ഥിരം കേട്ടുള്ള ഒരാളാണ് തോമസ് ആൽവ എഡിസൺ. എഡിസൺ ആരായിരുന്നു, അല്ലെങ്കിൽ എഡിസൺ ഇലക്ട്രിക് ബൾബ്. വെരി ഗുഡ്, ഇലക്ട്രിക് ബൾബ് അല്ലെ. ഇലക്ട്രിക് ബൾബിന്റെ ഫൗണ്ടർ ആണ് ആര്, തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിന്റെ പിന്നിലുള്ള സ്റ്റോറി അറിയോ? എത്രാമത്തെ ഇൻവെൻഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇലക്ട്രിക് ബൾബ്, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയത് എത്രാമത്തെ ഇൻവെൻഷൻ ആയിരുന്നു, കേട്ടിട്ടുണ്ടോ? ഇല്ല. ഫസ്റ്റ് ഇൻവെൻഷൻ അല്ല, സെക്കൻഡ് ഇൻവെൻഷൻ അല്ല, തേർഡ് അല്ല, ചെയ്ത് പോയി 1000th ഇൻവെൻഷനിലാണ് അദ്ദേഹം എന്തായത്, സക്സസ്ഫുൾ ആയത്. അതായത് 999 ഇൻവെൻഷൻസും 999 ഇൻവെൻഷൻസും എന്തായിരുന്നു, ഇറ്റ് വാസ് എ ഫെയിലിയർ, ഇറ്റ് വാസ് എ ഫ്ലോപ്പ്. ആരെങ്കിലും ചെയ്യാൻ നിൽക്കോ? നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ നിൽക്കോ? ഇല്ല. നമ്മൾ വിചാരിക്കും ഈ ചെങ്ങായിക്കൊന്നും വേറെ പണിയില്ല അല്ലെ, അങ്ങനെ ചിന്തിക്കും. അതായത് ആദ്യത്തെ ഇൻവെൻഷൻ പോയി, സെക്കൻഡ് ഇൻവെൻഷൻ പോയി, തേർഡ് ഇൻവെൻഷൻ പോയി, അങ്ങനെ ചെയ്ത് പോയി 999 എണ്ണവും ഫെയിലായി. അതിൽ 999 ഫെയിലായിട്ട് അദ്ദേഹം അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇലക്ട്രിക് ബൾബ് നമുക്ക് കിട്ടില്ലായിരുന്നു. ഓക്കെ, ഇലക്ട്രിക് ബൾബ് എന്ത് ചെയ്യില്ലായിരുന്നു, നമുക്ക് ഇൻവെന്റ് ചെയ്തിട്ട് കിട്ടില്ലായിരുന്നു. പക്ഷെ 1000th ഈവൻ അദ്ദേഹത്തിന് പോലും അറിയില്ലായിരുന്നു, 1000th അതായത് 1000th എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആവും, ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവുമെന്ന് അദ്ദേഹത്തിന് പോലും ഉറപ്പില്ലായിരുന്നു. എങ്കിലും അദ്ദേഹം ചെയ്തു, 1000th എക്സ്പെരിമെന്റ് അതായി സക്സസ് ആയി. അപ്പൊ നിരന്തരം എക്സ്പെരിമെന്റ് ചെയ്ത് ഫെയിലിയേഴ്സ് ഒക്കെ അനുഭവിച്ച് സക്സസ്ഫുൾ ആവുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ, പക്ഷെ പ്രതീക്ഷ കൈവിടാതെ ചെയ്തുകൊണ്ട് ഫൈനലി സക്സസ്ഫുൾ ആയി. ഓക്കെ, ലോകം അറിയപ്പെടുന്ന ഇലക്ട്രിക് ബൾബിന്റെ ഫൗണ്ടർ എന്ന് പറയുന്ന ആ ഒരു പേര്, ഓക്കെ, അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇലക്ട്രിക് ബൾബ് എന്ന് വിളിക്കാവുന്ന രീതിയിൽ അങ്ങനെ ഒരു പേര് അദ്ദേഹത്തിന്, അങ്ങനെ ഒരു പട്ടം ലഭിച്ചു. ഓക്കെ, അവാർഡ് വരെ ലഭിച്ചു. അപ്പോ ഇത്തരത്തിലുള്ള പല സയന്റിസ്റ്റുകൾ, ഇത് ഒരു സയന്റിസ്റ്റിന്റെ മാത്രം കഥയാണ്, ബാക്കിയൊക്കെ കുറെ എണ്ണം നമ്മൾ കേട്ടിട്ടുണ്ട്. ഐസക് ന്യൂട്ടന്റെ കഥ നമുക്കറിയാം അല്ലെ. ഗ്രാവിറ്റേഷൻ, ആപ്പിള് താഴേക്ക് വീണു, ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നപ്പോൾ എന്ത് ചെയ്തു, ആപ്പിൾ അദ്ദേഹത്തിന്റെ തലയിൽ വന്നിട്ട് ആ ആപ്പിൾ എന്തുകൊണ്ട് താഴേക്ക് വീണു എന്ന് ചിന്തിക്കാതെ, ആ ആപ്പിൾ എന്തുകൊണ്ട് മുകളിലേക്ക് പോയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതിന്റെ പിന്നിൽ വർക്ക് ചെയ്തു. അങ്ങനെയാണ് ഗ്രാവിറ്റേഷൻ ഉണ്ടായത്. സാധാരണ മനുഷ്യരാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ വന്ന് തലയിൽ വീണ് എന്ത് ചെയ്യും, ആദ്യം ഒന്ന് മരത്തിന്റെ ചീത്തയൊക്കെ പറഞ്ഞ് ആ ആപ്പിൾ എടുത്ത് കഴിച്ചിട്ട് മുന്നോട്ട് പോകും അല്ലെ. പക്ഷെ ഐസക് ന്യൂട്ടൻ എന്താ ചെയ്തത് അവിടെ? ഐസക് ന്യൂട്ടൻ ചെയ്തത് എന്തുകൊണ്ട് ആ ആപ്പിള് താഴേക്ക് വീണു, മുകളിലേക്ക് പോയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അതിന്റെ പിന്നിലുള്ള റീസൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഗ്രാവിറ്റേഷനും ഗ്രാവിറ്റേഷൻ ലോസും ഒക്കെ ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഫിസിക്സ് എന്ന് പറഞ്ഞാലും സയൻസ് എന്ന് പറഞ്ഞാലും എല്ലാ ലോസ് ആണ്, കുറെ നിയമങ്ങളാണ്. ഈ നിയമങ്ങൾക്ക് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ അതിനെ മനസ്സിലാക്കിയാൽ മതി. എല്ലാ വസ്തുക്കളും, എല്ലാ എന്താ പറയാ, ഭൂമിയിലുള്ള ജീവജാലങ്ങളായിക്കോട്ടെ, എല്ലാ വസ്തുക്കളായിക്കോട്ടെ, അതെല്ലാം ചലിക്കുന്നതും അതേപോലെ തന്നെ അതെല്ലാം പ്രവർത്തിക്കുന്നതും ഫിസിക്സിന്റെ ലോസ് പ്രകാരമാണ്, നിയമങ്ങൾ പ്രകാരമാണ്. അതുകൊണ്ട് നിയമങ്ങൾക്ക് ഇവിടെ വളരെ പ്രാധാന്യമുണ്ട്, ഫിസിക്സിൽ വളരെ പ്രാധാന്യമുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ഫീൽഡില്, ഫിസിക്സ് ഫീൽഡില് വളരെ എന്താ പറയാ അഗ്രഗണ്യനായിട്ട് നിൽക്കുന്ന മറ്റൊരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾ പലരും അവരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അദ്ദേഹത്തിനെ കുറിച്ച് അറിയുന്നുണ്ടാവുള്ളൂ.
ഓക്കെ, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു ലോകം കണ്ട ഒരു എന്താ പറയാ വളരെ ഫേമസ് ആയിട്ട് വളരെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ തന്നെയാണ്, സയന്റിസ്റ്റ് തന്നെയാണ്. അദ്ദേഹം ഒരു തിയററ്റിക്കൽ ഫിസിസ്റ്റ് ആണ്. ഓക്കെ, തിയററ്റിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറീസ് അതുപോലെ മാത്തമെറ്റിക്കൽ മോഡൽസ് അനാലിസിസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ട് അതിനെ പ്രൂവ് ചെയ്യാതെ തെളിയിക്കാതെ ഫിസിക്കൽ തിയറീസും ഇക്വേഷൻസും അതുപോലെ മാത്തമെറ്റിക്കൽ മോഡൽസും ഒക്കെ വരച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിനെ തെളിയിക്കുക. അങ്ങനെ തെളിയിച്ച് അങ്ങനെ ഒരു വസ്തു സത്യമാണെന്ന് കണ്ടെത്തിയ ഒരാൾ ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, തിയററ്റിക്കൽ ഫിസിസ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേര് മിച്ചിയോ കാക്കു. ഓക്കെ, അദ്ദേഹത്തിന്റെ പേരാണ് മിച്ചിയോ കാക്കു. ഇദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒരു ജപ്പാനീസ് ആണ് അല്ലെങ്കിൽ ഒരു ചൈനീസ് ആണെന്നൊക്കെ തോന്നും പേരിൽ. പക്ഷെ അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു US ബോൺ ആയിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, അതായത് അമേരിക്കയിൽ ജനിച്ച് അമേരിക്കൻ കോളേജ് ന്യൂയോർക്കിൽ നിന്ന് പഠിച്ച് അവിടെ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പേരാണ് മിച്ചിയോ കാക്കു. ഓക്കെ, ഇപ്പോ നമ്മുടെ എന്താ പറയാ സയൻസ് ഫീൽഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സയൻസ് ഫീൽഡിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്ന സ്ട്രിംഗ് ഫീൽഡ് തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. ഓക്കെ, സ്ട്രിംഗ് ഫീൽഡ് തിയറി നമുക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ബേസിക് നോളജിന് വേണ്ടി പറഞ്ഞെന്നുള്ളൂ. സ്ട്രിംഗ് ഫീൽഡ് തിയറി എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കുന്ന ഒരു തിയറിയാണ്. ഓക്കെ, നമ്മളിവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കുന്ന ഒരു തിയറിയാണെന്ത്, സ്ട്രിംഗ് ഫീൽഡ് തിയറി. ആ സ്ട്രിംഗ് ഫീൽഡ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്ത, അതായത് കൊണ്ടുവന്ന ആളാണ് ആര്, നമ്മുടെ മിച്ചിയോ കാക്കു എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം പറയുന്നത് ഈ ഒരു തിയറി പ്രകാരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ പഠിച്ച കുറെ കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, എങ്ങനെയാണ് ഭൂമി ഉത്ഭവിച്ചത് അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായി എന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? എന്തോ ഒരു തിയറി ഉണ്ട് അല്ലെ, ഒരു തിയറി ഉണ്ട്, യൂണിവേഴ്സ് ഉണ്ടായ ഒരു തിയറി ഉണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അതിനെ കുറിച്ചിട്ട്? എങ്ങനെയാണ് യൂണിവേഴ്സ് ഉണ്ടായത്, പ്രപഞ്ചം ഉത്ഭവിച്ച ഒരു തിയറി, സിദ്ധാന്തം? ഉൾപരിവർത്തന സിദ്ധാന്തം. എന്താ അതിന്റെ ഇംഗ്ലീഷ്? ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി, വെരി ഗുഡ്. ബിഗ് ബാങ് തിയറിയാണ് യൂണിവേഴ്സ് ഉണ്ടായത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കപ്പെട്ട തിയറി എന്ന് പറയുന്നത് എന്താണ്, ബിഗ് ബാങ് തിയറി ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പലരും കേട്ടിട്ടുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള കുറെ വീഡിയോസും അതേപോലെ തന്നെ കുറെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നെറ്റിലൊക്കെ സർഫ് ചെയ്യുമ്പോൾ കുറെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ ബിഗ് ബാങ് തിയറി ആയിരുന്നില്ല പ്രപഞ്ചത്തിന്റെ തുടക്കം. ബിഗ് ബാങ് തിയറിക്ക് മുന്നേയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ആര് എക്സ്പ്ലെയിൻ ചെയ്തു? ഈ കാണുന്ന വ്യക്തി, മിച്ചിയോ കാക്കു എന്ന് പറയുന്ന ഈ വ്യക്തി എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ഇതുവരെ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ സയന്റിസ്റ്റ് ഒക്കെ പറഞ്ഞ, സ്റ്റീഫൻ ഹോക്കിങ്സ് അടക്കം പറഞ്ഞ ബിഗ് ബാങ് തിയറിക്ക് മുന്നേ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും ആ കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിച്ചൊരു വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന മിച്ചിയോ കാക്കു എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പൊ കാണുമ്പോൾ ആള് ചില്ലറക്കാരനായിട്ട് തോന്നും, പക്ഷെ അല്ല, ഇയാളുടെ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ വളരെ എന്താ പറയാ വളരെ വാസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ജസ്റ്റ് ഫ്രീ ആയിട്ട് ഒന്ന് എന്ത് ചെയ്യാം, ഈ പുള്ളീനെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, മിച്ചിയോ കാക്കു. ഓക്കെ, നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ കുറെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇൻവെൻഷൻസിനെ കുറിച്ച്, അതായത് വളരെ ഡീപ്പായിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഇതിലേക്ക് എടുത്തിട്ടത്. ഇദ്ദേഹത്തിന്റെ കുറെ കോട്ട്സ് ഉണ്ട് കേട്ടോ, അതായത് വളരെ കോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, കുറെ ഇദ്ദേഹത്തിന്റെ കുറെ വാചകങ്ങൾ, സയൻസിനെ റിലേറ്റ് ചെയ്തുള്ള കുറെ വാചകങ്ങൾ. ഈ വാചകങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, വളരെ ഹെൽപ്ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ദിനം ദിനം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാചകങ്ങളായിരിക്കും. ഓക്കെ, അതിലൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാചകമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒന്ന് വായിക്കാം. The most complex object in the non-universe, the brain, only uses 20 watts of power. It would require a nuclear power plant to energize a computer the size of a city block to mimic your brain. So if someone calls you a dim bulb, that's a compliment. എന്താ പറയുന്നത്, ഈ ഒരു ലോകത്തെ ഏറ്റവും കോംപ്ലക്സ് ഒബ്ജക്റ്റ് ഏതാ? അറിയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മെഷീൻസോ ഒന്നും അല്ല, നമ്മുടെ ബ്രെയിൻ. ഓക്കെ, നമ്മുടെ തലച്ചോറ് തന്നെയാണ് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒബ്ജക്ട്. കാരണം ഹ്യൂമൻ തലയിൽ നടക്കുന്ന കാൽക്കുലേഷൻസ്, അതായത് ഹ്യൂമൻ ബ്രെയിനിൽ നടക്കുന്ന കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആണ്. കുറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാത്ത പല കാൽക്കുലേഷൻസും അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു സെക്കൻഡ് കൊണ്ട് ഓരോ കാര്യങ്ങൾ ചിന്തിക്കാനും റിഫ്ലക്സ് ആക്ഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ്, അത്രയും കാൽക്കുലേഷൻസ് അവിടെ നടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒബ്ജക്ട് എന്ന് പറയുന്നത് ഏതാ? ബ്രെയിൻ ആണ്. ആ ബ്രെയിൻ അടക്കം വെറും 20 വാട്ട് പവർ ആണ് ഈ കാൽക്കുലേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വെറും ബ്രെയിൻ അടക്കം 20 വാട്ട് പവർ മാത്രമാണ് എല്ലാ കാൽക്കുലേഷൻസിനും ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ അതിനെ ഒരു
വലിയൊരു കമ്പ്യൂട്ടറുമായിട്ട് കമ്പയർ ചെയ്യാൻ പോവാം. അതായത് ബ്രെയിനിനെ മിമിക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ബ്രെയിനിനെ മിമിക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ അതേ കാൽക്കുലേഷൻസ് നടത്തണം എന്നുണ്ടെങ്കിൽ ഒരു ലാർജ് സിറ്റി ബ്ലോക്കിന്റെ സൈസിലുള്ള കമ്പ്യൂട്ടർ വേണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി എനർജൈസ്ഡ് ഫ്രം എ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അതായത് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആണവ നിലയം അല്ലെ. ആണവ നിലയം വളരെ എന്താ പറയാ മെഗാവാട്ടുകളും അല്ലെങ്കിൽ എന്താ പറയാ ജിഗാവാട്ടുകളൊക്കെ പവർ ഉണ്ടാക്കുന്ന സാധനമാണ്. വളരെ ഹെവി എമൗണ്ട് ഓഫ് പവർ ഉണ്ടാക്കുന്ന സാധനമാണ്. ആ വളരെ ഹെവി എമൗണ്ട് ഓഫ് പവർ ഉപയോഗിച്ചിട്ട് ഒരു സിറ്റിയുടെ വലിപ്പത്തിലുള്ള ഒരു കമ്പ്യൂട്ടർ ഞാൻ എടുത്താൽ മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബ്രെയിനിന്റെ അടുത്ത് ഇടം പിടിച്ച് നിൽക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ബ്രെയിൻ ചെയ്യുന്ന പോലത്തെ കാൽക്കുലേഷൻസ് ആ ഒരു കമ്പ്യൂട്ടറിന് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്പമെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ ഏകദേശമെങ്കിലും അത്രയും ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു 90% എന്നെങ്കിലും പറയാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, നമ്മുടെ ബ്രെയിനിന്റെ അതേ കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് പവറും വേണം, അതേപോലെ വലിയ മെഷീനറിയും വേണം. അതായത് ഒരു സിറ്റിയുടെ സൈസ് ഒക്കെ ഉള്ള ഒരു മെഷീനറിയും വേണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിലുള്ള ലാസ്റ്റ് സെന്റൻസ് ആണ് വളരെയധികം രസകരമായിട്ടുള്ളത്. ഇഫ് someone calls you a dim bulb, that's a compliment. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളെ ഡിം ബൾബ് എന്ന് വിളിക്കണം, ഡിം ബൾബ് എന്ന് പറഞ്ഞാൽ ട്യൂബ് ലൈറ്റ് എന്നൊക്കെ ആരെങ്കിലും നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ തന്നെ അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കുന്നത് ആകെ വളരെ 20 വാട്ടുള്ളൂ. 20 വാട്ടിൽ കത്തുന്ന ബൾബുകളൊക്കെ എന്താ സാധാരണ ഡിം ആയിട്ടേ കത്തുള്ളൂ അല്ലെ. വളരെ ലോ വാട്ടിൽ കത്തുന്ന ബൾബുകളൊക്കെ വളരെ പ്രകാശം കുറഞ്ഞിട്ടേ കത്തുള്ളൂ. അപ്പൊ നമ്മൾ കറക്റ്റ് ആണ്, ഡിം ബൾബ് എന്ന് വിളിച്ചാലോ അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റ് എന്ന് വിളിച്ചാലോ ഒക്കെ സംഗതി കറക്റ്റ് ആണ്. കാരണം എന്താ, അത്രയും കുറച്ച് പവർ മാത്രമേ നമ്മുടെ ബ്രെയിന് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ കുറെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് എന്താ പറയാ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഫാക്ട്സും കോഡ്സും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം മിച്ചിയോ കാക്കു. അതായത് ഇനി വരാൻ പോകുന്ന കുറെ ഇൻവെൻഷൻസും ഇനി വരാൻ പോകുന്ന കുറെ തിയറീസും ഇദ്ദേഹത്തിന്റെ തിയറിയാണ്. ഓക്കെ, അതായത് ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ ബേസിലുള്ള കുറെ ഇൻവെൻഷൻ ആണ്. നോബൽ പ്രൈസും അതുപോലെ കുറെ അവാർഡ്സ് ഒക്കെ നേടിയിട്ടുള്ള ആളാണ്. ഓക്കെ, ദെൻ നൗ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് ഫിസിക്സ് എന്ന് അറിയുന്നതിന് മുന്നേ എന്താണ് സയൻസ് എന്ന് അറിയണം അല്ലെ. സയൻസിന്റെ ബേസിക് ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സയൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് നേച്ചർ ആൻഡ് യൂണിവേഴ്സ്. നേച്ചറിനെ കുറിച്ചും അതേപോലെ തന്നെ യൂണിവേഴ്സിനെ കുറിച്ചിട്ടും പഠിക്കാനുള്ള അല്ലെങ്കിൽ അൺആൻസേർഡ് ആയിട്ടുള്ള, അൺആൻസേർഡ് എന്ന് പറഞ്ഞാൽ ഇതുവരെ അറിയാത്ത അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ കുറിച്ചുള്ള പഠിക്കാനുള്ള ആ ഒരു എന്താ പറയാ ഒരു ടെൻഡൻസി, ഓക്കെ, ഒരു ത്വരയായിരിക്കും എന്ത് ശരിക്കും സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അൺആൻസേർഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇതുവരെ ഉത്തരം കിട്ടാതെ കിടക്കുന്ന കുറച്ച് കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ പ്രപഞ്ചത്തിനെ കുറിച്ചിട്ടും യൂണിവേഴ്സിനെ കുറിച്ചിട്ടും അല്ലെ. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ തന്നെയാണ്. എന്താ, യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി? നമ്മൾ പറയുന്നു ബിഗ് ബാങ് തിയറി, പക്ഷെ ബിഗ് ബാങ് തിയറി അല്ലാന്ന് ഇപ്പോഴും പ്രൂവ് ചെയ്യാൻ, അതായത് ഇപ്പോഴും പ്രൂവ് ചെയ്യാൻ കിടക്കുന്നു. ഓക്കെ, ബിഗ് ബാങ് തിയറി അല്ലാന്ന് പല കാരണങ്ങളും കൊണ്ട് പ്രൂവ് ചെയ്തു, പക്ഷെ അതിന് കുറച്ചും കൂടി എക്സ്പ്ലനേഷൻസ് ഇനി കിട്ടാനുണ്ട്. അതേപോലെ നേച്ചർ, പ്രകൃതിയിൽ ഡെയിലി ഓരോരോ കാര്യങ്ങൾ പുതുതായിട്ട് സംഭവിക്കുന്നുണ്ട്. കുറെ എണ്ണത്തിന് നമുക്ക് ഫിസിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും, കുറെ എണ്ണത്തിന് നമുക്ക് ഫിസിക്കൽ എക്സ്പ്ലനേഷൻ നൽകാൻ സാധിക്കില്ല. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ നടക്കുന്നു എന്നുള്ളത് പഠിക്കുന്നത് എവിടെയാണ്? സയൻസിലാണ്. ഓക്കെ, അപ്പൊ സയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് നേച്ചർ ആൻഡ് യൂണിവേഴ്സ്. ഇനി സയൻസ് ഡെവലപ്പ് ചെയ്ത വാക്ക് സയൻഷ്യ എന്ന് പറഞ്ഞ വാക്കാണ്. SCIENTIA, സയൻഷ്യ. സയൻഷ്യ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്, ലാറ്റിൻ പദമാണ്. ഈ ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആര് ഡിറൈവ് ചെയ്തത്, ആര് വന്നത്? സയൻസ് എന്ന് പറയുന്ന ടേം വന്നത്. സയൻസ് ഈസ് സംടൈംസ് റിഫർഡ് ടു ആസ് നാച്ചുറൽ ഫിലോസഫി. ഓക്കെ, സയൻസ് ഒരു സിദ്ധാന്തമാണ്, ഫിലോസഫിയാണ്. ഓക്കെ, ഫിലോസഫി എന്ന് പറഞ്ഞാലൊക്കെ എന്താ പറയാ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണോ? ഫിസിക്സ് എന്ന് പറയുന്നതൊക്കെ ഫിലോസഫി ആണോ? അല്ല എന്നൊരു ചിന്ത ഉണ്ടാവും എല്ലാവർക്കും. പക്ഷെ അല്ല, ആക്ച്വലി എന്താണ്, അതൊരു ഫിലോസഫി തന്നെയാണ്. സയൻസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫിലോസഫിയാണ്. ഓക്കെ, അത് പ്രകൃതിയുടെ സിദ്ധാന്തമാണ്. ഓക്കെ, പ്രകൃതിയുടെ തിയറീസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സയൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? നാച്ചുറൽ ഫിലോസഫി എന്ന് കൂടി അതിനെ വിളിക്കാം. ഓക്കെ, അപ്പൊ സയൻസ് ഡിറൈവ് ചെയ്തത് ഒരു സയൻഷ്യ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് നേച്ചർ ആൻഡ് യൂണിവേഴ്സ്. നേച്ചറിനെ കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചും പഠിക്കുന്ന, അതായത് അൺആൻസേർഡ് ആയിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് എന്തെന്ന് പറയുന്നത് സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെയിൻ ആയിട്ട് 2 ഏരിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈഫ് സയൻസും ഉണ്ട്, അതേപോലെ തന്നെ ഫിസിക്കൽ സയൻസും ഉണ്ട്. ലൈഫ് സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ്, ബയോളജി, സുവോളജി, ബോട്ടണി. ഓക്കെ, ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, ആസ്ട്രോണമി വരും, അതിൽ ജിയോളജി വരും, കെമിസ്ട്രി, ഫിസിക്സ്, ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവിടെ പഠിക്കും, ഫിസിക്കൽ സയൻസിൽ പഠിക്കും. ഓക്കെ, ഇനി സയന്റിഫിക് മെത്തേഡ്. നമ്മൾ പറയുന്ന സയൻസ്
സയൻസ് ശരിക്കും എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ സയൻസിനെ ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാണ്. സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച്. Science is a systematic approach or attempt to understand natural phenomena in much details as possible. ഓക്കെ, എന്താ പറയുന്നത്? സയൻസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്. ഇതാണ് ഇതിന്റെ ഒരു പ്രോപ്പർ ഡെഫിനേഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. ടു അണ്ടർസ്റ്റാൻഡ് ദ നാച്ചുറൽ ഫിനോമിന ഇൻ മച്ച് ഡീറ്റെയിൽസ് ആസ് പോസിബിൾ. അതായത് പ്രകൃതിയിലെ കുറെ പ്രതിഭാസങ്ങളെ കുറിച്ചിട്ട് ഇൻ ഡെപ്ത് അല്ലെങ്കിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കഴിയുന്നിടത്തോളം പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സയൻസ് എന്ന് വിളിക്കുക. സോ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? It is a systematic approach to study അല്ലെങ്കിൽ to understand the natural phenomena in much details as possible. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളെ കുറിച്ചും ഇൻ ഡെപ്ത് വളരെ ആഴത്തിൽ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ് എന്ത്? സയൻസ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ആ വാക്ക് സിസ്റ്റമാറ്റിക് അപ്രോച്ച് അല്ലെ, എന്താ സിസ്റ്റമാറ്റിക് അപ്രോച്ച്? സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ് നമ്മുടെ സയന്റിഫിക് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സിസ്റ്റമാറ്റിക് അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സയന്റിഫിക് മെത്തേഡ് എന്ന് പറയാം. ഇനി എന്താണ് ഒരു സയന്റിഫിക് മെത്തേഡ്? നമ്മൾ സാധാരണ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാ എക്സ്പെരിമെന്റ് ചെയ്യുക? ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം നിങ്ങൾക്ക്? ഒന്ന് പറയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു എക്സ്പെരിമെന്റ് എനിക്ക് ചെയ്യണം എങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ആ എക്സ്പെരിമെന്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം അല്ലെ? അതിനൊരു എയിം ഉണ്ടായിരിക്കും. ഓക്കെ, എപ്പോഴും ഒരു എയിം ഉണ്ടായിരിക്കും. ദെൻ രണ്ടാമത് അപ്പാരറ്റസ് ഉണ്ടായിരിക്കും. അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഒബ്ജക്ട്സ്, അതായത് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ദെൻ മൂന്നാമത് നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ച് എന്ത് ചെയ്യും? പ്രൊസീജിയർ ഉണ്ടാക്കും അല്ലെ? എങ്ങനെ ചെയ്യണം? ഹൗ വിൽ വി ഡു ദ എക്സ്പെരിമെന്റ്? ഓക്കെ, ഹൗ വിൽ വി ഡു ദ എക്സ്പെരിമെന്റ് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കും. ദെൻ നാലാമത് ആ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് കിട്ടും അല്ലെ? ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരിക്കും. ആ ഒബ്സർവേഷൻ എന്ത് ചെയ്യും? നമ്മൾ ലിസ്റ്റ് ചെയ്യും. ലാസ്റ്റ് വൺ അഞ്ചാമത്തെ എന്തായിരിക്കും? അഞ്ചാമത് എന്ന് പറയുന്നത് അതിന്റെ കൺക്ലൂഷൻ ആയിരിക്കും. അഞ്ചാമത് എന്ന് പറയുന്നത് അതിന്റെ കൺക്ലൂഷൻ ആയിരിക്കും. ഓക്കെ, ഓക്കെ, അഞ്ചാമത് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ കൺക്ലൂഷൻ ആയിരിക്കും. സോ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, അതായത് നിഗമനം എന്ന് പറയുന്നതായിരിക്കും നമുക്ക് അവിടെ എക്സ്പെരിമെന്റ് നടത്തിയോണ്ട് നമുക്ക് മനസ്സിലായ കാര്യം. അതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള എന്ത്? നമ്മുടെ അപ്രോച്ച്, അല്ലെങ്കിൽ എന്താ പറയാ, ഫൈനൽ ആയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം. അപ്പൊ അത് ചെയ്യാനായിട്ട് ഞാൻ ഫോളോ ചെയ്ത ഈ എല്ലാ മെത്തേഡുകളെയും ഞാൻ എന്താ വിളിക്കുക? അതായത് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ഞാൻ എന്താ വിളിക്കുക? സയന്റിഫിക് മെത്തേഡ് എന്ന് വിളിക്കും. ഓക്കെ, സയന്റിഫിക് മെത്തേഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് യൂസ് ടു ഗെയിൻ, ഓർഗനൈസ് ആൻഡ് അപ്ലൈ നോളേജ്. ഓക്കെ, അതായത് ഒരു നോളേജ് ഉണ്ടാക്കുക. ഓക്കെ, ആ നോളേജിനെ എന്ത് ചെയ്യുക? ഒന്ന് ഓർഗനൈസ് ചെയ്യുക, ഒന്ന് സ്ട്രക്ചേർഡ് ആക്കുക. ദെൻ ആൻഡ് അപ്ലൈ ദ നോളേജ്. ആ നോളേജ് എന്ത് ചെയ്യുക? ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഞാനൊരു സയന്റിഫിക് മെത്തേഡ് എവിടെയെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കും. ദെൻ എനിക്ക് വേണ്ട സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യും? അതിനെ അപ്ലൈ ചെയ്യും. അതാണ് ശരിക്കും സയന്റിഫിക് മെത്തേഡ്. അപ്പൊ എല്ലാ കാര്യങ്ങളും സയൻസിൽ ചെയ്യുന്നത് ഈ സയന്റിഫിക് മെത്തേഡ് വഴിയാണ്, സയന്റിഫിക് ടെക്നിക്ക് വഴിയാണ്. ഓക്കെ, വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യും, സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് സയൻസിനെ സയന്റിഫിക് മെത്തേഡ് എന്നും സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്നൊക്കെ വിളിക്കുന്നത്. നമുക്കൊരു ഐഡിയ കിട്ടി, ആ ഐഡിയനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ദെൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ഐഡിയ അപ്ലൈ ചെയ്യാൻ പോവാം. എവിടെ അപ്ലൈ ചെയ്യും? നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഐഡിയ കിട്ടി, ഐഡിയനെ ഞാനൊന്ന് ഓർഗനൈസ് ചെയ്തു, ദെൻ എന്ത് ചെയ്തു? ആ വേണ്ട കാര്യങ്ങൾക്ക് ഞാൻ അപ്ലൈ ചെയ്തു. ഓക്കെ, അതിന് താഴെ കുറച്ച് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. റെക്കഗ്നൈസ് എ പ്രോബ്ലം. നമ്മുടെ പ്രോബ്ലം നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാം. മേക്ക് എ ഹൈപ്പോത്തസിസ്. മേക്ക് എ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് ഞാൻ ഉണ്ടാക്കുകയാണ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എന്താ പറയാ, ഒരു നിഗമനം, അതായത് ഇന്നത് സംഭവിക്കും എന്നുള്ള ഒരു നിഗമനത്തിലെത്തുകയാണ്. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ജസ്റ്റ് ഒരു ലൈക്ക് നമ്മള് ഒരു സംഭവം നടക്കുമെന്ന് ജസ്റ്റ് എന്ത് ചെയ്യാണ്? പ്രിഡിക്റ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുകയാണ്.
ദെൻ പ്രെഡിക്ട് ഔട്ട്കംസ്. ഔട്ട്കംസ് പ്രെഡിക്ട് ചെയ്യുക, അതായത് എന്ത് ചെയ്യുക, ഇന്നതൊക്കെ നടക്കും, ഓക്കെ, ഇന്നതൊക്കെ നടക്കും അല്ലെങ്കിൽ ഇന്നതൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഔട്ട്കംസ് എന്ന് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, നമ്മൾ പ്രെഡിക്ട് ചെയ്യും, പ്രവചിക്കും. ദെൻ പെർഫോം ആൻ എക്സ്പെരിമെന്റ്. ദെൻ എന്ത് ചെയ്യുക, അതിനുശേഷം എക്സ്പെരിമെന്റ് എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക, എക്സ്പെരിമെന്റ് നടത്തുക. ദെൻ ഫോർമുലേറ്റ് ദ സിംപ്ലസ്റ്റ് ജനറൽ റൂൾ. ഇനി എക്സ്പെരിമെന്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂള് ജനറേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതാണ് സയന്റിഫിക് മെത്തേഡിലെ സ്റ്റെപ്പ്. ആദ്യം തന്നെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി, ദെൻ ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്തു, അതായത് ഒരു പ്രൊസീജിയർ കാരണം എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ടാക്കി. ദെൻ പ്രെഡിക്ട് ദ ഔട്ട്കംസ്, എന്തൊക്കെയായിരിക്കും അതിന്റെ റിസൾട്ട് എന്നുള്ളത് നമ്മൾ പ്രെഡിക്ട് ചെയ്തു, പ്രവചിച്ചു. ദെൻ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിലെ സിമ്പിൾ ആയിട്ടുള്ള റൂൾ പ്രകാരം, സിമ്പിൾ ആയിട്ടുള്ള റൂൾ എന്ന് പറഞ്ഞാൽ വളരെ റിസൾട്ടിൽ നമുക്ക് എടുക്കാവുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലോസോ അല്ലെങ്കിൽ റൂളുകളോ എന്തെങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, സയന്റിഫിക് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ സയൻസും അതേപോലെ തന്നെ സയന്റിഫിക് മെത്തേഡും. ഇത്രയും ഭാഗങ്ങൾ മക്കളെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? സയൻസ് എന്താണ്, സയന്റിഫിക് മെത്തേഡ് എന്താണെന്നൊക്കെ ഉള്ളത് പറഞ്ഞുതരാമോ? ഏതാ വേണ്ട, സയന്റിഫിക് മെത്തേഡ് ആണോ? ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, സോ സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിനെയും സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് സയന്റിഫിക് മെത്തേഡ്. 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്തു തീർക്കുക. എനിക്കൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു തീർക്കുക, ഒറ്റയടിക്ക് ചെയ്യാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക. അതാണ് സയന്റിഫിക് മെത്തേഡ്. സയൻസ് അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഒക്കെ സയന്റിഫിക് മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, ഗെയിൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, നോളജ് അപ്ലൈ ചെയ്യുക. അതായത് എന്താണ് അവിടെ വേണ്ടതെന്നുള്ള കാര്യം കണ്ടെത്തുക, അതിനൊന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്ത് വെക്കുക. ദെൻ ഞാൻ ആ ഫോർമുലേറ്റ് ചെയ്ത ലോയോ അല്ലെങ്കിൽ കൺസെപ്റ്റോ പ്രകാരം ബാക്കി കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന്റെ ഒരു മെയിൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഗ്രാവിറ്റേഷൻ, ഭൂഗുരുത്വാകർഷണം എന്നുള്ളത് കണ്ടുപിടിച്ചത് ന്യൂട്ടൺ ആണ്. അപ്പൊ ന്യൂട്ടൺ ആപ്പിൾ വന്ന് തലയിൽ വീണപ്പോഴാണ് അതിനെ കുറിച്ചുള്ള ഐഡിയ ഉണ്ടായത്, അല്ലെ? അപ്പൊ അദ്ദേഹം ഗെയിൻ ചെയ്തു, ആ ഒരു നോളജ് അവിടെ ഗെയിൻ ചെയ്തു. പിന്നെ ഓർഗനൈസ് ചെയ്തതാണ് അദ്ദേഹം ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷണൽ ലോയും അതേപോലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഭൂമിയിലേക്ക് താഴേക്ക് എല്ലാ വസ്തുക്കളും അട്രാക്ട് ചെയ്യപ്പെടും എന്നൊക്കെ ഫോർമുലേറ്റ് ചെയ്തത് അതിന്റെ ബേസിസിലാണ്. അതിനെയാണ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുക. ആൻഡ് ദെൻ അപ്ലൈ ദ നോളജ്. അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ച റൂളും കാര്യങ്ങളും പ്രകാരം നമ്മൾ ഇപ്പൊ ചെയ്യുന്നതെല്ലാം നോളജ് അപ്ലൈ ചെയ്യലാണ്. ഓക്കെ, അതായത് ഗ്രാവിറ്റേഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യും, അതൊക്കെ നോളജ് അപ്ലൈ ചെയ്യുന്ന കാര്യമാണ്. അതാണ് ശരിക്കും സയന്റിഫിക് മെത്തേഡിന്റെ പ്രിൻസിപ്പിൾസ്. അപ്പോൾ അതിന്റെ ഒരു 5 സ്റ്റെപ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ്, റെക്കഗ്നൈസ് എ പ്രോബ്ലം. നമുക്ക് വേണ്ട എന്താണ് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് വേണ്ട കാര്യം എന്താണെന്നെങ്കിൽ എന്താണ് നമുക്ക് കിട്ടേണ്ടതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കുക. ദെൻ മേക്ക് എ ഹൈപ്പോത്തിസിസ്. എങ്ങനെ ഞാനൊരു പ്രൊസീജിയർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് എത്താം എന്നുള്ള ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച്, ഒരു പ്രൊസീജിയർ ഉണ്ടാക്കുക. ദെൻ പ്രെഡിക്ട് ദ ഔട്ട്കംസ് പ്രെഡിക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് പ്രെഡിക്ട് ചെയ്യുക. ദെൻ പെർഫോം ആൻ എക്സ്പെരിമെന്റ്. ഒരു എക്സ്പെരിമെന്റ് എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക. ഓക്കെ, ഒരു എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ്പെരിമെന്റ് എങ്ങനെ നടക്കണം, പരീക്ഷണം ഒന്ന് നടത്തി നോക്കുക. ദെൻ നടത്തി നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഈ പ്രെഡിക്ട് ചെയ്ത കുറെ ഔട്ട്കംസിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും. അതായത് കുറെ പ്രവചനം ചിലപ്പോൾ ശരിയാവാം, തെറ്റാവാം. അതിൽ ശരിയായിട്ടുള്ള പ്രവചനം ഏതാന്ന് കിട്ടും. അതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നിയമങ്ങൾ, ലോസ് ഉണ്ടാക്കുക, അതേപോലെ റൂൾസ് ഉണ്ടാക്കുക. ഒക്കെ സിമ്പിൾ ലോസും അതേപോലെ സിമ്പിൾ റൂൾസും ഉണ്ടാക്കുക. ദെൻ എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് വേണ്ട രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട പ്രോബ്ലത്തിന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കി അതിന്റെ ഔട്ട്കംസ് പ്രെഡിക്ട് ചെയ്തു, ദെൻ എക്സ്പെരിമെന്റ് ചെയ്തു. എന്നിട്ട് ഫൈനലി നമുക്ക് എന്ത് കിട്ടിയ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ലോസിനെയും സിമ്പിൾ ആയിട്ടുള്ള റൂൾസിനെയും നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റൂൾസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ലേറ്റർ വേണ്ട ആവശ്യങ്ങൾക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ആ റൂളുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് സയന്റിഫിക് മെത്തേഡിന് എപ്പോഴും പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ലേയേർഡ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു അപ്രോച്ച് അവിടെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഏത് കാലത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് ഫിസിക്സ്. സയൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഫിസിക്സ് ആണ്. ഓക്കെ, ഫിസിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി വാട്ട് മേക്സ് ദ വേൾഡ് ആൻഡ് യൂസ്ഡ് ഇൻ അവർ ഡെയിലി ലൈഫ്. ഇതാണ് ശരിക്കും ഫിസിക്സ്. വാട്ട് മേക്സ് ദ വേൾഡ് ആൻഡ് യൂസ്ഡ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ നമുക്ക് ആവശ്യം വരും എന്നുള്ള നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി തന്നെയാണ് എന്തിൽ നടക്കുക, ഫിസിക്സിൽ നടക്കുക. അപ്പോ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ നാച്ചുറൽ സയൻസ് ദാറ്റ് ഇൻവോൾവ്സ് എ സ്റ്റഡി ഓഫ് മാറ്റർ ആൻഡ് ഇറ്റ്സ് മോഷൻ through space and time along with the related concepts such as energy and force. Okay, വലിയൊരു ഡെഫിനിഷൻ ഉണ്ട്.
പക്ഷെ വളരെ സിമ്പിൾ ആണ് മനസ്സിലാക്കാൻ. അതായത് നാച്ചുറൽ സയൻസ്, സയൻസിന്റെ ഒരു വിഭാഗം തന്നെ, നാച്ചുറൽ സയൻസിന്റെ ഒരു വിഭാഗം അഥവാ നാച്ചുറൽ ഫിലോസഫിയുടെ ഒരു വിഭാഗമാണ് എന്ത്? ഫിസിക്സ്. അതിൽ എന്തൊക്കെയാ പഠിക്കുന്നത്? മാറ്ററിനെ കുറിച്ചുള്ള സ്റ്റഡിയും അതേപോലെ തന്നെ അതിന്റെ മോഷനും. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് അല്ലെ, ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ, ഒരു മാസുള്ള ഒരു വസ്തു, അതിന്റെ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചലനം ത്രൂ ദ സ്പേസ് ആൻഡ് ടൈം. അതായത് സ്പേസിലൂടെ അത് സഞ്ചരിക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം അതിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, സ്പേസിലൂടെ അത് സഞ്ചരിക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം അതിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ ഫിസിക്സിൽ പഠിക്കുക. അതേപോലെ എനർജിയുടെ കൺസെപ്റ്റുകൾ, ഫോഴ്സിന്റെ കൺസെപ്റ്റുകൾ ഒക്കെ ഇവിടെ പഠിക്കും, ഫിസിക്സിൽ പഠിക്കും. ബേസിക്കലി ഇവിടെ എന്ത് തന്നെയാണ്? നേച്ചറിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ് പഠിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്സിനെ ഡിഫൈൻ ചെയ്യാം. ഫിസിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ബേസിക് ലോസ് ഓഫ് നേച്ചർ. ഫിസിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ്, ഇതാണ് പ്രോപ്പർ ഡെഫിനിഷൻ, ബേസിക് ലോസ് ഓഫ് നേച്ചർ ആൻഡ് their manifestation manifestation എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുക, അപ്ലൈ ചെയ്യുക in different natural phenomena, ഓക്കെ. എന്താ പറയുന്നത്? ബേസിക് ലോസ് ഓഫ് നേച്ചറിനെ കുറിച്ചിട്ട്, അതായത് പ്രകൃതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ലോസുകൾ, പ്രകൃതിയിലെ കുറെ നിയമങ്ങളെ കുറിച്ചിട്ടുള്ള പഠിത്തമാണ്, ആ ഒരു പഠനമാണ് എന്ത്? ഫിസിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദെയർ മാനിഫെസ്റ്റേഷൻ MANIFESTATION മാനിഫെസ്റ്റേഷൻ ഇൻ ഡിഫറെന്റ് നാച്ചുറൽ ഫിനോമിന. അതിന്റെ മാനിഫെസ്റ്റേഷൻ, അതിന്റെ ഉപയോഗം ഈ പ്രകൃതിയിൽ നടക്കുന്ന പല പ്രതിഭാസങ്ങളിലും അതിനെന്ത് ചെയ്യുക? ഈ ലോസിന് ഉപയോഗിക്കാം. ഓക്കെ, നമ്മുടെ കയ്യിൽ കുറെ നിയമങ്ങളുണ്ട്, ലോസ് ഉണ്ട്, കുറെ റൂൾസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ആ ലോസ് ഉപയോഗിച്ചിട്ട് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കാൻ പോവാണ്. അതിനെയാണ് എന്ത് പറയാ? ഫിസിക്സ് എന്ന് പറയാം. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ബേസിക് ലോസ് ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻ ഓർ ഇറ്റ്സ് അപ്ലിക്കേഷൻ ഇൻ ഡിഫറെന്റ് നാച്ചുറൽ ഫിനോമിന. ഓക്കെ, പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളെ കുറിച്ചും പല ലോകൾ പ്രകാരം, ഓക്കെ, നാച്ചുറൽ ലോകൾ പ്രകാരം പഠിക്കുന്ന ആ ഒരു രീതിയാണ് എന്ത്? ഫിസിക്സ് എന്ന് പറയുന്നത്. Okay, so physics is the study of basic laws of nature and their manifestation in different natural phenomena. ഇനി ഫിസിക്സ് നമുക്ക് പറഞ്ഞു തരുന്നത് രണ്ട് കാര്യങ്ങളാണ്. It tells us why something occurs and how it occurs. Okay, it tells us why something occurs and how it occurs. ഒരു സംഭവം എങ്ങനെ നടക്കുന്നു എന്നും എന്തുകൊണ്ട് നടക്കുന്നു എന്നും പറഞ്ഞു തരുന്ന ആരാ? ഫിസിക്സ് ആണ്. ഓക്കെ, ഒരു കാര്യം എങ്ങനെ നടക്കുന്നു എന്നും എന്തുകൊണ്ട് നടക്കുന്നു എന്നും പറയുന്നത് ആരാണ്? ഫിസിക്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ആൾസോ ഹെൽപ്സ് ടു പ്രെഡിക്ട് ദ ഔട്ട്കംസ് ഇൻ ഫ്യൂച്ചർ. നമുക്ക് ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാനും ആര് സഹായിക്കും? ഈ ഒരു ഫിസിക്സ് സഹായിക്കും. ഓക്കെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് വീഴാണ്. അതിന്റെ പിന്നിലുള്ള ഫിസിക്സ്, ഓക്കെ, ഹൗ അല്ലെങ്കിൽ വൈ ഇറ്റ് ഹാപ്പൻസ്. അതുപോലെ രണ്ടാമത്തെ ചോദ്യമാണ് ഹൗ. ഓക്കെ, ഹൗ. വൈ എന്ന് പറഞ്ഞാൽ എന്താ? അത് എന്തുകൊണ്ട് നടക്കുന്നു. ഹൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, അല്ലെ, എന്തൊക്കെയാണ് അവിടെ വരുന്ന കാര്യങ്ങൾ. വൈ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ റീസൺ എന്തായിരിക്കും? ഞാനൊരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടാൽ അത് താഴേക്ക് പതിക്കും, മുകളിലേക്ക് പോവില്ല. അല്ലെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ, മുകളിൽ താഴേക്ക് ഇടാന്നല്ല, ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്കേ പോവുള്ളൂ, അത് മുകളിലേക്ക് എന്ത് ചെയ്യില്ല, പോവില്ല. അതിന്റെ റീസൺ എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള റീസൺ? ഞാനൊരു വസ്തു മുകളിൽ താഴേക്ക്, ഗ്രാവിറ്റേഷൻ. വെരി ഗുഡ്, ഗ്രാവിറ്റേഷൻ. അപ്പൊ വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി അല്ലെ? ഫിസിക്സിലെ ഗ്രാവിറ്റേഷൻ അതിനെ ഹെൽപ്പ് ചെയ്തു. വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി. അതേപോലെ ഹൗ എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ നടക്കുന്നു. ഓക്കെ, എന്ത് സംഭവിക്കും? നമുക്ക് ആ വരുന്ന പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അതൊരു വെലോസിറ്റി എങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്തൊക്കെയാണ്, എത്ര ടൈം കൊണ്ട് താഴെ എത്തുന്നു, എത്ര ഡിസ്റ്റൻസ് അഥവാ ഡിസ്പ്ലേസ്മെന്റ് അത് കവർ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താം. നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻസ് പഠിച്ചിട്ടുണ്ട്. S = ut + ½ at square, v = u + at, v² - u² = 2s എന്നൊക്കെ പറഞ്ഞ് പല ഇക്വേഷൻ ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രകാരം നമുക്ക് ഹൗ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കും. ഓക്കെ, അപ്പൊ വൈ എന്നുള്ള കാര്യവും ഹൗ എന്നുള്ള കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യുന്ന എവിടെയാണ്? ഫിസിക്സിലാണ്. ഓക്കെ, വൈ എന്നുള്ളതും ഹൗ എന്നുള്ളതും എവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഫിസിക്സിലാണ്. ഇനി ഇറ്റ് ആൾസോ ഹെൽപ്സ് ടു പ്രെഡിക്ട് ദ ഔട്ട്കംസ് ഇൻ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഇറ്റ് ടെൽസ് us വാട്ട് ഈസ് പോസിബിൾ ഇൻ ഫ്യൂച്ചർ. അല്ലെ, അത് ഫ്യൂച്ചറിൽ എന്ത് നടക്കുന്നുള്ള ഫ്യൂച്ചർ പ്രഡിക്ഷൻ ആര് പറയും? ഇത് പറയും. അതായത് ഹൗവും വൈയും ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ പ്രഡിക്ഷൻ കിട്ടും. എന്തായിരിക്കും അവിടെ ഞാൻ ഫ്യൂച്ചർ പ്രഡിക്ഷൻ എന്നുള്ള വാക്കുകൊണ്ട് മീൻ ചെയ്തത്? അതായത് ഒരു
ബോള് ഞാനൊരു ഹൈറ്റിൽ നിന്ന് 25 മീറ്ററിൽ നിന്ന് താഴേക്ക് ഇടാണ്. ഓക്കെ, ഒരു 25 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഞാൻ താഴേക്ക് ഇടാണ്. എനിക്ക് ഈ ബോൾ താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി, അതുപോലെ ഇത് ടോട്ടൽ ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം, അവിടുത്തെ ആക്സിലറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടെത്താം. ഓക്കെ, ഇനി ഞാൻ ഇതേ ഹൈറ്റ് മാറ്റിയിട്ട് 35 മീറ്ററിൽ നിന്ന് താഴെ ഇടാം. വെലോസിറ്റി കണ്ടെത്തണമെന്നുണ്ട്. വോയിസ് ക്ലിയർ അല്ല. ഹലോ, ഇപ്പോഴും ബ്രേക്ക് ആവുന്നുണ്ടോ? ഹലോ, ഓക്കെ. ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എങ്ങനെയാ ഞാൻ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുക? അതായത് ഇപ്പൊ എനിക്കൊരു ബോള് ഒരു 25 മീറ്റർ മുകളിലുള്ള അല്ലെങ്കിൽ 25 മീറ്റർ ഹൈറ്റുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടണം. ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ പോയി താഴേക്ക് ഇടുന്നതിന് പകരം എനിക്ക് ഇവിടെ ഇരുന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഞാനൊരു ബോൾ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടാൽ അത് എത്ര സമയം കൊണ്ട് താഴേക്ക് എത്തുമെന്നും അതിന്റെ വെലോസിറ്റി എന്താണെന്നും അതിന്റെ ആക്സിലറേഷൻ എന്താണെന്നും ഒക്കെ എനിക്ക് ഒരു ബോൾ നേരിട്ടിടാതെ തന്നെ കണക്കാക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഫിസിക്സിലെ ലോസ് അപ്ലൈ ചെയ്താൽ മതി, അഥവാ ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്ന ബോള് താഴേക്ക് എത്തുന്ന ടൈം കാൽക്കുലേറ്റ് ചെയ്യാനും അത് ഏത് വെലോസിറ്റിയിലാണ് വരുന്നതെന്നും അതുപോലെ അതിന്റെ ആക്സിലറേഷനും ഒക്കെ എന്താണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ഫിഗർ വരച്ചിട്ട് ഞാൻ ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്താൽ മതി. ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ എക്സ്പെരിമെന്റ് ഡയറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് തിയററ്റിക്കൽ ഫിസിക്സും ശരിക്കും പറയുന്നത് കേട്ടോ. അതായത് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ഇക്വേഷൻ പ്രകാരം, ലോസ് പ്രകാരം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓക്കെ, ഫിസിക്സിൽ നമ്മൾ പറഞ്ഞ ലോസിനെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ട ആൻസർ കറക്റ്റ് ആയിട്ട് അതിന്റെ ഔട്ട്കം കിട്ടും. ഒരിക്കലും ഞാൻ യഥാർത്ഥത്തിൽ അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് ഫ്യൂച്ചർ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഭാവിയിൽ അത് സംഭവിക്കും, അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെനിക്ക് ഇവിടെ ഇരുന്നിട്ട് തന്നെ പ്രഡിക്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പറയാണ്, ഞാനൊരു 25 മീറ്റർ ഹൈറ്റിൽ നിന്നൊരു ബോൾ താഴേക്ക് ഇട്ടാൽ അത് വെറും 3 സെക്കൻഡ് കൊണ്ട് താഴേക്ക് എത്തും എന്ന് പറയാണ്. ഓക്കെ, ഒരു റഫ് വാല്യൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ പോയിട്ട് 25 മീറ്റർ ആയിട്ടുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു ബോൾ താഴേക്ക് ഇട്ടാൽ അത് എത്തുന്ന സമയം വെറും 3 സെക്കൻഡ് തന്നെയായിരിക്കും. കറക്റ്റ് ആയിരിക്കും. അളന്ന് നോക്കിയാൽ, മെഷർ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. അതിന്റെ അർത്ഥം നമുക്ക് നടക്കുന്നതിന് മുന്നേ ഓരോ കാര്യത്തിനെയും പ്രെഡിക്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് സാധിക്കും? ഫിസിക്സ് കൊണ്ട് സാധിക്കും. അതേപോലെ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഒരു വെള്ളത്തിന്റെ ഡ്രോപ്ലെറ്റ് എന്തിലേക്ക് ഇടാണ്? ഒരു ടേബിളിന്റെ മുകളിലേക്ക് ഇടാണ്. ഓക്കെ, എന്ത് ഷേപ്പാണ് നിങ്ങൾക്ക് കിട്ടുക? ഒരു വെള്ളത്തിന്റെ ഡ്രോപ്പ് ഇട്ട് കഴിഞ്ഞാൽ സർക്കിൾ എന്നതിനുപരി അതിനെ 3D പറയുമ്പോൾ എന്തായി? സ്ഫിയർ ആയി, അല്ലെ? സ്ഫിയർ, വെരി ഗുഡ്. സ്ഫെറിക്കൽ ഷേപ്പ്, അതായത് ഗോളാകൃതി. ഓക്കെ, ഗോളാകൃതിയിലുള്ളതാ കിട്ടുക. ഇനി അതിന് ഗോളാകൃതി വരാനുള്ള കാരണം എന്താ? ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സർഫസ് ടെൻഷൻ, അല്ലെ? സർഫസ് ടെൻഷൻ. ഞാനൊരു ടേബിളിന്റെ മുകളിലിട്ട ആ ടേബിളിന്റെ മുകളിലുള്ള സർഫസ് ടെൻഷൻ കാരണം, അതേപോലെ തന്നെ ലിക്വിഡിന്റെ സർഫസ് ടെൻഷൻ കാരണമൊക്കെയാണ് അതിനെന്ത് ചെയ്യുന്നത്? ആ ഗോളാകൃതി കിട്ടുന്നത്. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങള് നമുക്ക് മലയാളം പറയൂ. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേശികത്വ ബലമാണ്. അതായത് കാപ്പിലാരിറ്റി ഉണ്ടല്ലോ, കാപ്പിലാരിറ്റി എന്ന് പറയുക മലയാളത്തിൽ, ഇംഗ്ലീഷിൽ കാപ്പിലാരിറ്റി. ഓക്കെ, കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ കേശികത്വം എന്നാണ്. ഇത് തന്നെയാണ് കേശികത്വ ബലം. ഇത് തന്നെയാണ് എന്ത്? സർഫസ് ടെൻഷൻ. ഓക്കെ, ഇതിനെ ബേസ് ചെയ്ത് തന്നെയാണ് സർഫസ് ടെൻഷൻ പറയുന്നത്. അതായത് ഞാനൊരു ലിക്വിഡ് സർഫസിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ലിക്വിഡ് സർഫസിൽ, അതായത് ഒരു വെള്ളത്തിന്റെ സർഫസിൽ മോളിക്യൂൾസിനെ എല്ലാ ദിശയിലും എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. എല്ലാ ദിശയിലും അട്രാക്ട് ചെയ്യും. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സർഫസ് ടെൻഷൻ അഥവാ കേശികത്വം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനെ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും? സർഫസ് ടെൻഷൻ എന്ന് വിളിക്കും. സർഫസിലുള്ള ഒരു ബലം, അതായത് ലിക്വിഡിന്റെ സർഫസിലുള്ള ഒരു ഫോഴ്സ്. ഓക്കെ, സർഫസിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ്. അതവിടെ അതിന്റെ റീസൺ, അത് ആ സ്പെറിക്കൽ ഷേപ്പ് കിട്ടാനുള്ള റീസൺ എന്താ? വൈ എന്നുള്ളതിന്റെ ആൻസർ ആണ് എന്ത്? നമ്മുടെ സർഫസ് ടെൻഷൻ. ഇനി ഹൗ, എന്തുകൊണ്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഹൗ എന്താണ്, എങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാ? ഫോഴ്സുകളുണ്ട്, ബലങ്ങളുണ്ട്, പിന്നെ കുറെ പ്രഷർ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ഇതിന്റെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. എന്താ ഇതിന്റെ ഫ്യൂച്ചർ? ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഡ്രോപ്ലെറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന സർഫസ് ടെൻഷൻ എനിക്ക് ഇക്വേഷൻ വൈസ് കണക്കാക്കാം. ഡയറക്ട്ലി മെഷർ ചെയ്യാതെ ഇക്വേഷൻ വൈസ് കണക്കാക്കാം.
അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ട്യൂബ് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ കാപ്പിലറി റൈസ് ഉണ്ടാവും അല്ലെ, അതായത് കേശികത്വം ഉണ്ടാവും, കേശികത്വ ഉയർച്ച ഉണ്ടാവും. അതുപോലെ കേശികത്വ ഉയർച്ചയും അതുപോലെ തന്നെ കേശികത്വ താഴ്ചയും നമ്മൾ പറയാറുണ്ട്. അതായത് കാപ്പിലറി റൈസും കാപ്പിലറി ഫോളും. ഒരു ട്യൂബ് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ എന്താണ്ടാവുക, ട്യൂബിലൂടെ വെള്ളം മുകളിലേക്ക് കയറും. ഓക്കെ, അതേ വഴിയാണ് ഈ പ്ലാന്റുകളൊക്കെ, അതായത് സസ്യങ്ങൾക്കൊക്കെ എന്ത് കിട്ടുന്നത്, ഭൂമിയിൽ നിന്ന് വെള്ളം ലഭിക്കുന്നത്. ഓക്കെ, അതായത് വെള്ളം എന്ത് ചെയ്യും, അത് ജസ്റ്റ് കാപ്പിലറി റൈസ് പ്രകാരം താഴെ നിന്ന് എന്ത് ചെയ്യും, മുകളിലേക്ക് കയറും. ഓക്കെ, അതിന്റെ റൂട്ടുകളിലൂടെ, വേരുകളിലൂടെ അതിന്റെ മുകളിലേക്ക് എത്തും. ഓക്കെ, അത് ഈ കാപ്പിലറി റൈസ് ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്, സർഫസ് ടെൻഷന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്തു നോക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ ഓഫ് മോഷൻ പ്രകാരം പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഫ്യൂച്ചർ പ്രെഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ, കാപ്പിലാരിറ്റിനെ കുറിച്ചിട്ടും സർഫസ് ടെൻഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കും, വരുന്ന ചാപ്റ്ററുകളിൽ ഫ്ലൂയിഡ്സിൽ നമ്മൾ പഠിക്കും ലാസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്നും അല്ലെങ്കിൽ എന്തിന് നടക്കുന്നു എന്നും അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിലുള്ള കാര്യങ്ങൾ, ചുറ്റിപ്പറ്റിയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നും അതുപോലെ ഫ്യൂച്ചർ പ്രഡിക്ഷനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്, ഫിസിക്സ് ഇവിടെ പ്രോപ്പർ ആയിട്ട് സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലുള്ള ഏത് ടാസ്ക് എടുത്ത് നോക്കിയാലും അവിടെ ഹൗ, വൈ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സിലെ ലോസും ഫിസിക്സിലെ ഇക്വേഷൻസും ആണ്. ഓക്കെ, ഇനി ഫിസിക്സ് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഫിസിക്സിന്റെ 2 ബ്രാഞ്ചസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫിസിക്സിന് 2 ബ്രാഞ്ചസ് ഉണ്ട്. ഫിസിക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. ഫസ്റ്റ് ഈസ് ദ ക്ലാസിക്കൽ ഫിസിക്സ്, സെക്കൻഡ് വൺ ഈസ് എ മോഡേൺ ഫിസിക്സ്. ഓക്കെ, 2 ബ്രാഞ്ച് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, ക്ലാസിക്കൽ ഫിസിക്സും മോഡേൺ ഫിസിക്സും. ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ആൾക്കാരാണ്. നമ്മൾ ഇതിനെ മാക്രോസ്കോപ്പിക് ഫിനോമിന എന്ന് പറയും, മാക്രോസ്കോപ്പിക് ഫിനോമിന. ഓക്കെ, മോഡേൺ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാർ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളാണ്, അതായത് മൈക്രോസ്കോപ്പിക് ഫിനോമിന. എന്താ മാക്രോസ്കോപ്പി, എന്താ മൈക്രോസ്കോപ്പി? മൈക്രോസ്കോപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പി ഒക്കെ എന്താ? നമുക്ക് കാണാത്ത വസ്തുവിനെ എന്തെങ്കിലും അതിൽ വെച്ചിട്ട് നോക്കുമ്പോ വലുതായിട്ട് കാണാം, അതിനെ വലുതായിട്ട് കാണാം അല്ലെ. അതായത് മൈക്രോസ്കോപ്പിക് ആണ്, വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ്. മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മ ജീവികൾ എന്നൊക്കെ നമുക്ക് വിളിക്കും. അതായത് വളരെ സൂക്ഷ്മമായിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പാർട്ടിക്കിൾസിനാണ് നമ്മൾ മൈക്രോ പാർട്ടിക്കിൾസ്, മൈക്രോ ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫിനോമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നേരിട്ട് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുക. അതാണ് മോഡേൺ ഫിസിക്സിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ മോഡേൺ ഫിസിക്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അത് തന്നെയായിരിക്കും. ദെൻ മാക്രോസ്കോപ്പിക് ഫിനോമിന. എന്താ മാക്രോസ്കോപ്പിക് ഫിനോമിന? ക്ലാസിക്കൽ ഫിസിക്സ് ഒക്കെ മാക്രോസ്കോപ്പിക് ആണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വലിയ വലിയ സാധനങ്ങൾ അല്ലെ. അതായത് വളരെ ബിഗ് ആയിട്ടുള്ള, ബൾക്കി ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പഠിക്കുന്നതാണ് ഇത് മാക്രോസ്കോപ്പിക് ഫിനോമിന. ഓക്കെ, അപ്പൊ ഫിസിക്സിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാ? ക്ലാസിക്കൽ ഫിസിക്സും ഉണ്ട്, മോഡേൺ ഫിസിക്സും ഉണ്ട്. ക്ലാസിക്കൽ ഫിസിക്സിൽ മാക്രോസ്കോപ്പിക് ഫിനോമിനെ കുറിച്ചാണ് പഠിക്കുന്നത്, മോഡേൺ ഫിസിക്സിൽ മൈക്രോസ്കോപ്പിക് ഫിനോമിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി ഇവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം. ക്ലാസിക്കൽ ഫിസിക്സ് ആരൊക്കെ ഉണ്ട് ഇതില്? അപ്ലിക്കേഷൻ ഓഫ് ഫിസിക്സ് ടു ദ സ്റ്റഡി ഓഫ് എർത്ത് ഇൻക്ലൂഡ്സ് അറ്റ്മോസ്ഫിയറിക് ഫിസിക്സ്, മെട്രോളജി, ഹൈഡ്രോളജി, ഓഷ്യനോഗ്രാഫി, ജിയോമാഗ്നറ്റിസം, സീസ്മോളജി ആൻഡ് വോൾക്കനോളജി. ഇതാണ് ജിയോ ഫിസിക്സ്. അതായത് ക്ലാസിക്കൽ ഫിസിക്സിലെ കുറെ ബ്രാഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാ? ജിയോ ഫിസിക്സ് ഉണ്ട്, മെക്കാനിക്സ് ഉണ്ട്, ഒപ്റ്റിക്സ് ഉണ്ട്, തെർമോഡൈനാമിക്സ് ഉണ്ട്. ഇതിന് പുറമെ ഇലക്ട്രോ ഡൈനാമിക്സ് പറയാം. ഓക്കെ, ഈ ആൾക്കാരൊക്കെ എന്തിൽ വരുന്ന ബ്രാഞ്ചാണ്? ഫിസിക്സിൽ വരുന്ന ബ്രാഞ്ചാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രാഞ്ചിന്റെ ഏതൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഓരോന്നിന്റെ ഡെഫിനേഷൻ ഒക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ചോദിക്കാറുണ്ട്. ഓക്കെ, ക്ലാസിക്കൽ ഫിസിക്സിൽ ഏറ്റവും എന്താ പറയുക, ഫസ്റ്റ് ബ്രാഞ്ച് കൊടുക്കുന്നത് ഏതാ? ജിയോ ഫിസിക്സ് ആണ്. ജിയോ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എർത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. സിംപ്ലി അത്രയും പറഞ്ഞാൽ മതി, അങ്ങനെ വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് എർത്ത്. എർത്തിനെ കുറിച്ച് പഠിക്കുന്നതാണ് ജിയോ ഫിസിക്സ്. അതിൽ എന്തൊക്കെ വരും? അറ്റ്മോസ്ഫിയറിന്റെ സ്റ്റഡി വരാം, മെട്രോളജി, മെറ്റീരിയൽസിനെ കുറിച്ചുള്ള സ്റ്റഡി വരാം, സ്റ്റാർസിനെ കുറിച്ചുള്ള സ്റ്റഡി വരാം, ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ വാട്ടർ ബോഡീസിനെ കുറിച്ചുള്ള സ്റ്റഡി വരാം, ഓഷ്യനോഗ്രാഫി, ഓഷ്യൻസ്, ജിയോമാഗ്നറ്റിസം, ഭൂമി എർത്തിന് ഒരു മാഗ്നറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഉണ്ട്. സീസ്മോളജി എന്ന് പറഞ്ഞാൽ എന്താ? വൈബ്രേഷൻ അല്ലെ, എർത്ത് ക്വേക്കിന്റെ വൈബ്രേഷൻസിനെ കുറിച്ച് പഠിക്കുന്നത്, സീസ്മിക് വൈബ്രേഷൻസിനെ കുറിച്ച് പഠിക്കുക. ഓക്കെ, അതായത് ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള വൈബ്രേഷൻ, സീസ്മോളജി. ദെൻ വോൾക്കാനോളജി, വോൾക്കാനിക് ഇറപ്ഷൻസ്. ഓക്കെ, വോൾക്കാനോനെ കുറിച്ചിട്ട്, അഗ്നിപർവ്വതത്തിനെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് വോൾക്കാനോളജി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഭൂമിയായിട്ട് ചുറ്റിപ്പറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ പഠിക്കും, ജിയോ ഫിസിക്സിൽ നമ്മൾ പഠിക്കും. സോ ഇറ്റ് ഈസ് അപ്ലിക്കേഷൻ ഓഫ് ഫിസിക്സ് ടു ദ സ്റ്റഡി ഓഫ് എർത്ത്. എർത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്സിനെ അപ്ലൈ ചെയ്യാം. അതാണ് ജിയോ ഫിസിക്സ്. രണ്ടാമത്തെ മെക്കാനിക്സ്. മെക്കാനിക്സിൽ എന്തൊക്കെ ഉണ്ട്? ഫോഴ്സസിനെ കുറിച്ച് പഠിക്കും,
ഇന്ററാക്ഷൻ, അതായത് ഫോഴ്സുകൾ തമ്മിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, ബലങ്ങൾ തമ്മിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ മോഷൻ ഓഫ് മെറ്റീരിയൽ ഒബ്ജക്ട്. മെക്കാനിക്സിന്റെ 2 വിഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൈനറ്റിക്സും അതുപോലെ കൈനമാറ്റിക്സും. കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മോഷനെ കുറിച്ച് മാത്രം പഠിക്കുക. കൈനറ്റിക്സ് ആ മോഷൻ എങ്ങനെ നടന്നു, അതിന്റെ പിന്നിലുള്ള ഫോഴ്സിനെ കുറിച്ചും വർക്കിനെ കുറിച്ചും എനർജിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നതാണ് കൈനറ്റിക്സ്. കൈനമാറ്റിക്സ് വെറും മോഷൻ, വെലോസിറ്റി, ആക്സലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ് മാത്രമാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പൊ മോഷനുകളെ കുറിച്ചും ഫോഴ്സിനെ കുറിച്ചും എനർജിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് നമുക്ക് എന്തെന്ന് പറയാം, മെക്കാനിക്സ് എന്ന് പറയാം. ഇനി ഒപ്റ്റിക്സ് എന്താ, ഒപ്റ്റിക്സ് 2 ഒപ്റ്റിക്സ് ഉണ്ട്. ലൈറ്റിന്റെ ഒപ്റ്റിക്സ് ഉണ്ട്, റേ ഒപ്റ്റിക്സ് ഉണ്ട്, വേവ് ഒപ്റ്റിക്സ് ഉണ്ട്. നിങ്ങൾ അടുത്ത കൊല്ലം 2 ചാപ്റ്റർ പഠിക്കും, റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും. ലൈറ്റിന്റെ ഒപ്റ്റിക്സിനെ കുറിച്ച് പഠിക്കും, അതായത് ലൈറ്റ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് പഠിക്കും. നിങ്ങൾ മുന്നേ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും ലൈറ്റിന്റെ ഒപ്റ്റിക്സ്. ഓക്കെ, ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കും. ഓക്കെ, അതായത് സൗണ്ട് വേവുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ ലൈറ്റ് വേവ് കൂടാതെ ബാക്കിയുള്ള ഇൻഫ്രാറെഡ് വേവ്, ഓക്കെ, റേഡിയോ വേവ്, എക്സ്റേ വേവ്, ഇങ്ങനെയുള്ള കുറെ വേവുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കും. ഓക്കെ, സൗണ്ട് വേവുകൾ എങ്ങനെ ചലിക്കുന്നു, ലൈറ്റിന്റെ വേവ് എങ്ങനെ ചലിക്കുന്നു, അതുപോലുള്ള ബാക്കിയുള്ള എക്സ്റേ, മൈക്രോവേവ്, റേഡിയോ വേവ്, ഇതൊക്കെ എങ്ങനെ ചലിക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ഇവിടെ പഠിക്കും. വേവ് ഒപ്റ്റിക്സ് അഥവാ ഒപ്റ്റിക്സിൽ നിങ്ങൾ പഠിക്കും. ഒപ്റ്റിക്സ് അപ്പൊ ലൈറ്റിനെ കുറിച്ചിട്ടും വേവ്സിനെ കുറിച്ചിട്ടും ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ്. ദെൻ തെർമോഡൈനാമിക്സ്, ഇത് കംപ്ലീറ്റ് ഉണ്ട്, ICS ഉണ്ട് കേട്ടോ. തെർമോഡൈനാമിക്സ്, ടെമ്പറേച്ചർ ആൻഡ് എനർജി, ഹീറ്റ് ഫ്ലോ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി. അതായത് ഹീറ്റും വർക്കും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ അവിടെ പഠിക്കുക, തെർമോഡൈനാമിക്സിൽ പഠിക്കുക. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു തെർമോഡൈനാമിക്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറ്റിന്റെ വർക്കിന്റെ റിലേഷൻ അഥവാ ഹീറ്റിന്റെ വർക്കിന്റെ ഫ്ലോനെ കുറിച്ചിട്ടാണ് അവിടെ പഠിക്കുക, തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുക. ഓക്കെ, അവിടെ ടെമ്പറേച്ചറിനെ കുറിച്ച് പഠിക്കും, ടെമ്പറേച്ചറും ഹീറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് പഠിക്കും. ഇനി എങ്ങനെ ഹീറ്റ് ചലിക്കുന്നു, അതുമൂലമുള്ള കുറെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു വസ്തുവിൽ ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള ഹീറ്റ് റിലേറ്റഡും ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും, വർക്ക് മൂലം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, അതിന്റെ ഇന്ററാക്ഷൻ, ഹീറ്റ് ആൻഡ് വർക്ക് ഇന്ററാക്ഷൻ, അങ്ങനെ തന്നെ പറയാം, ഹീറ്റ് ആൻഡ് വർക്ക് ഇന്ററാക്ഷൻ. ഇതൊക്കെ എവിടെയാ പഠിക്കുക, ഇതൊക്കെ നമ്മൾ തെർമോഡൈനാമിക്സിലാണ് പഠിക്കുക, ഹീറ്റ് ആൻഡ് വർക്ക് ഇന്ററാക്ഷൻസ്. ഓക്കെ, സോ ഇതൊക്കെ ക്ലാസിക്കൽ ഫിസിക്സിന്റെ ബ്രാഞ്ചാണ്. ഇനി ഒരു ഇലക്ട്രോ ഡൈനാമിക്സ് ഉണ്ട്, ഇവിടെ എഴുതാത്തൊരു ഇലക്ട്രോ ഡൈനാമിക്സ് ഉണ്ട്. എന്താ ഇലക്ട്രോ ഡൈനാമിക്സ്? ഇലക്ട്രിസിറ്റിനെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് ഇലക്ട്രോ ഡൈനാമിക്സ്. അതേപോലെ ഇലക്ട്രിസിറ്റി എങ്ങനെ ഉണ്ടാവുന്നത്, ഒരു ചാർജ് മൂവ് ചെയ്യുമ്പോൾ അല്ലെ, ഒരു ചാർജ് മൂവ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക, കറന്റ് ഉണ്ടാവുക അഥവാ ഇലക്ട്രിസിറ്റി കിട്ടുക. ആ ചാർജ് മൂവ് ചെയ്യുമ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ മോഷൻ കാരണം വരുന്ന ഇലക്ട്രിസിറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോ ഡൈനാമിക്സ് ഈസ് റിലേറ്റഡ് ടു ദ മോഷൻ ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ മോഷൻ മൂലം ലഭിക്കുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള സ്റ്റഡി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ദ മോഷൻ ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അതാണ് എന്ത്, ഇലക്ട്രോ ഡൈനാമിക്സ്. നമുക്ക് എന്ത് എഴുതാം, സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, ചാർജ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് വരണം, മോഷൻ വരണം. അപ്പൊ ഇലക്ട്രോ ഡൈനാമിക്സ് ആണെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ മോഷൻ, ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് അല്ലെ, ചാർജുള്ള പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ്. അവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതും അവരുടെ ചലനം മൂലം ഉള്ള ആ ഒരു കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്, ഇലക്ട്രോ ഡൈനാമിക്സ്. ഓക്കെ, ഇതാണ് ക്ലാസിക്കൽ ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ ബ്രാഞ്ച് ഏതാണ് നോക്കൂ. രണ്ടാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് മോഡേൺ ഫിസിക്സ് ആണ്. രണ്ടാമത്തെ ബ്രാഞ്ച് മോഡേൺ ഫിസിക്സ് ആണ്. അതില് വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫിനോമിനാസിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. ഫോർ എക്സാമ്പിൾ പ്ലാസ്മ ഫിസിക്സ്, അതൊരു ബ്രാഞ്ചാണ്. ബിഹേവിയർ ഓഫ് അയണൈസ്ഡ് ഇലക്ട്രിക്കലി ചാർജ്ഡ് ഗ്യാസസ്. നിങ്ങൾക്കറിയാം പ്ലാസ്മ TV ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. പ്ലാസ്മ എന്ന് പറയുന്നത് 4th സ്റ്റേറ്റാ. നമ്മുടെ സോളിഡും ലിക്വിഡും ഗ്യാസും കഴിഞ്ഞിട്ട് 4th സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ അയണൈസ്ഡ് ഗ്യാസ് ആണ്. ഗ്യാസിന് അയണൈസ് ചെയ്ത് വെച്ചിരിക്കും. അയണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചാർജ് കൊടുക്കുക, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഗ്യാസ് പാർട്ടിക്കിൾസിന് കൊടുക്കുക. ഈ ഗ്യാസിന്റെ കണികകള്, ഗ്യാസ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മാക്രോസ്കോപ്പിക് ആണോ മൈക്രോസ്കോപ്പിക് ആണോ? അതായത് ഗ്യാസിന്റെ മോളിക്യൂൾസ് മാക്രോസ്കോപ്പിക് ആണോ മൈക്രോസ്കോപ്പിക് ആയിരിക്കും? വെരി ഗുഡ്, മൈക്രോസ്കോപ്പിക് ആയിരിക്കും. എന്താ കാരണം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും ഓക്സിജൻ ഗ്യാസ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസ് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. അതുപോലെ അന്തരീക്ഷത്തിൽ മൊത്തം വാതകം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു വാതകവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് സാധിക്കില്ല. അതിന്റെ അർത്ഥം അതിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ, ഗ്യാസിന്റെ മോളിക്യൂൾസ് ഒക്കെ എന്താണ്, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത മൈക്രോസ്കോപ്പിക് ആയിട്ട്. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ആരുടെയോ മൈക്കൊന്ന് ഓൺ ആണ്, അതൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, സോ
മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്യാസ് മോളിക്യൂൾസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ ഗ്യാസിനെ കുറിച്ചുള്ള പഠനം അഥവാ അയണൈസ്ഡ് ഗ്യാസിനെ കുറിച്ചുള്ള പഠനമായിട്ടുള്ള പ്ലാസ്മ ഫിസിക്സ് ഒക്കെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള എന്താണ് ഒരു ബ്രാഞ്ചാണ്. ദെൻ ക്വാണ്ടം ഫിസിക്സ്. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ക്വാണ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കും ക്വാണ്ടം ഫിസിക്സ്, അതായത് ക്വാണ്ടത്തിനെ കുറിച്ചിട്ട്. ക്വാണ്ടം എന്ന് പറഞ്ഞാൽ എനർജികൾ വേവ് ആയിട്ട് അഥവാ പാക്കറ്റുകളായിട്ട് ലിബറേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, ടോട്ടൽ എനർജിനെ നമ്മൾ പാക്കറ്റ്സ് ആയിട്ട്, അതായത് മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെയാണ് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ എല്ലാ സിസ്റ്റത്തിനെയും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എലമെന്ററി പാർട്ടിക്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ബ്രാഞ്ചാണ് ക്വാണ്ടം ഫിസിക്സ്. അതായത് മൊത്തമായിട്ടുള്ള ഒരു സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ 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 കണികളായിട്ട് മാറ്റുക. അതൊക്കെ ക്വാണ്ടംസ് ആണ്. ഓക്കെ, ക്വാണ്ടംസ് പറഞ്ഞാൽ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. അത് മൈക്രോസ്കോപ്പിക് ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. അടുത്തത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ് സോളിഡ് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ക്രിസ്റ്റലോഗ്രാഫി, സെമി കണ്ടക്ടേഴ്സ്, സൂപ്പർ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ്, ഇതൊക്കെ എന്താണ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് പറയുമ്പോൾ അതില് എല്ലാ സോളിഡ്സിനും ഇതേപോലെ തന്നെ മോളിക്യൂൾസിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിരിക്കും, വളരെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും. അതുപോലെ തന്നെ ക്രിസ്റ്റൽസിന്റെ ഉള്ളിൽ ആരുണ്ട്, അയോണുകളുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ക്രിസ്റ്റൽസിന്റെ ഉള്ളിൽ ആറ്റങ്ങളുണ്ട്. ഈ ആറ്റങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ സാധിക്കില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ബ്രാഞ്ചിനെ കുറിച്ച് പഠിക്കുന്നതാണ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഈ പേരുകൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അറ്റോമിക് ആയിട്ടുള്ള കാര്യങ്ങളും അറ്റോമിക് ഫിനോമിന, ഓക്കെ, അതേപോലെ മോളിക്യുലാർ ആൻഡ് ന്യൂക്ലിയർ, 3 ഫിനോമിനാസ് ആണ് ഇതിൽ വരിക, മോഡേൺ ഫിസിക്സിൽ വരിക. പ്ലാസ്മ ആയിക്കോട്ടെ, ക്വാണ്ടം ആയിക്കോട്ടെ, സോളിഡ് സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇതിൽ പെടും. ഇപ്പൊ ക്വാണ്ടം ഫിസിക്സും സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സും പ്ലാസ്മ ഫിസിക്സും ഒക്കെ മോളിക്യുലാർ അഥവാ അറ്റോമിക് ഫിനോമിനാസ് ആണ്. ഓക്കെ, ഇതിന് പുറമെ ന്യൂക്ലിയർ ഫിനോമിനാസ് ഉണ്ട്. ഇതിന് പുറമെ എന്തുണ്ട്, ന്യൂക്ലിയർ ആയിട്ടുള്ള ഫിനോമിനാസ് ഉണ്ട്. അപ്പൊ അറ്റോമിക് ഫിനോമിന ആയാലും മോളിക്യുലർ ഫിനോമിന ആയാലും ന്യൂക്ലിയർ ഫിനോമിന ആയാലും എല്ലാം എന്താണ്, എല്ലാം മോഡേൺ ബ്രാഞ്ച്. ഓക്കെ, ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്, ഫിസിക്സിന്റെ 2 ബ്രാഞ്ചിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട്, അതായത് ഒരു ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള യൂണിഫിക്കേഷൻ റിഡക്ഷനിസം, ഇതും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് യൂണിഫിക്കേഷൻ എന്താണ്, റിഡക്ഷനിസം എന്താണെന്ന് പറയാം. 2 അപ്രോച്ചുകളാണ് ഫിസിക്സിന്റെ, 2 അപ്രോച്ചുകളെയാണ് അല്ലെങ്കിൽ 2 പ്രിൻസിപ്പിളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, യൂണിഫിക്കേഷൻ അഥവാ റിഡക്ഷനിസം എന്ന് വിളിക്കുന്നത്. 2 അപ്രോച്ചസ് ഓഫ് ഫിസിക്സ്, യൂണിഫിക്കേഷൻ അഥവാ റിഡക്ഷനിസം. ഓക്കെ, അഥവാ നല്ല ആൻഡ് റിഡക്ഷനിസം, അതായത് 2 പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, ഒന്ന് യൂണിഫിക്കേഷൻ, ഒന്ന് റിഡക്ഷനിസം. Unification is the act of unifying the different laws valid for different phenomena into a single theory that explains all the different phenomena. എന്താ പറയുന്നത്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലോസിനെയും നമ്മൾ കേന്ദ്രീകരിച്ചിട്ട് ഒരു ഫിനോമിന നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലോസിനെയും എല്ലാ നിയമങ്ങളെയും കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മളൊരു ഫിനോമിനെ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രകൃതിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോസിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പ്രകൃതിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രതിഭാസങ്ങളും, അതായത് പ്രകൃതിയിലുള്ള എല്ലാ സർവ്വ പ്രതിഭാസങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫിസിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ലോസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഒരു മിനിറ്റ്. ഓക്കെ, സോ പ്രകൃതിയിൽ അവൈലബിൾ ആയിട്ടുള്ള, അതായത് പ്രകൃതിയിലുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട്, യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോ, നിയമങ്ങൾ, ഓക്കെ, നമുക്ക് ഫിസിക്സിൽ അറിയുന്ന നിയമങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ ഈ പ്രകൃതിയിലുള്ള എല്ലാ പ്രതിഭാസങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അതാണ് യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. അതിന്റെ ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ആൻഡ് ലൈറ്റ് ഹാവ് ഡിഫറെന്റ് ഫിനോമിന ആൻഡ് ഡിഫറെന്റ് ലോസ് ഓഫ് ഫിസിക്സ്. ദീസ് ആർ യൂണിഫൈഡ് അണ്ടർ തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം. അതായത് ലൈറ്റിന്റെ ലോസും അതേപോലെ തന്നെ മാഗ്നറ്റിസത്തിന്റെ ലോസും ഇലക്ട്രിസിറ്റിയുടെ ലോസും ഒക്കെ ഡിഫറെന്റ് ലോസ് ആണ്. നമ്മൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ കാണും. ഓക്കെ, ഇക്കൊല്ലം അടുത്ത കൊല്ലൊക്കെ ആയിട്ട് ഇലക്ട്രിസിറ്റിനെ കുറിച്ചും മാഗ്നറ്റിസത്തിനെ കുറിച്ചും ലൈറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ലോകള്, ഇതിന്റെയൊക്കെ നിയമങ്ങൾ വളരെ വ്യത്യസ്തമാണ്, അതായത് വളരെ ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾ ഈ എല്ലാ ലോസിനെയും കൂടി യൂണിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, എല്ലാത്തിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിസത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന അപ്രോച്ച് ഇത്രേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചിരിക്കുന്ന ലോസിനൊക്കെ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്തിട്ട് മറ്റേതെങ്കിലും ഒരു ഫിനോമിനൻ, പ്രകൃതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രതിഭാസത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്നു. ഓക്കെ,
അപ്പൊ ഇലക്ട്രിസിറ്റി എന്നുള്ള പ്രതിഭാസത്തിന് അപ്ലൈ ചെയ്യാൻ ഇലക്ട്രിസിറ്റിയുടെ പ്രിൻസിപ്പിൾസ് മാത്രം മതി. മാഗ്നറ്റിസത്തിനെ കുറിച്ച് പഠിക്കാൻ മാഗ്നറ്റിസത്തിന്റെ പ്രിൻസിപ്പിൾസ് മാത്രം മതി. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിസത്തിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്തിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ വേണം? ഇലക്ട്രിസിറ്റിയുടെ പ്രിൻസിപ്പിൾസ് വേണം, അഥവാ ഇലക്ട്രിസിറ്റിയുടെ ലോസ് വേണം, പിന്നെ മാഗ്നറ്റിസത്തിന്റെ ലോസ് വേണം, ലൈറ്റിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ലോസ് വേണം. ഇത് എല്ലാത്തിനെയും യൂണിഫൈ ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് പഠിക്കാൻ പറ്റുള്ളൂ? ഇലക്ട്രോ മാഗ്നറ്റിസം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു യൂണിഫൈ ചെയ്തിട്ടുള്ള, കമ്പൈൻ ചെയ്തിട്ടുള്ള ആ അപ്രോച്ചിനെയാണ് ഞാൻ എന്ത് വിളിക്കുക? യൂണിഫൈഡ് അപ്രോച്ച് അല്ലെങ്കിൽ യൂണിഫിക്കേഷൻ അപ്രോച്ച് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? അറിയുന്ന ലോസിനെയൊക്കെ എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്തിട്ട് മറ്റൊരു പ്രകൃതിയിലെ പ്രതിഭാസം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. കൺസെപ്റ്റ് മനസ്സിലായോ? ക്ലിയർ ആയോ? അടുത്തത് രണ്ടാമത്തെ കൺസെപ്റ്റ്, ലാസ്റ്റ് കൺസെപ്റ്റ് റിഡക്ഷനിസം ആണ്. ഓക്കെ, റിഡക്ഷനിസം എന്ന് പറഞ്ഞാൽ എന്താ? റിഡക്ഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? മുറിച്ച് ചെറിയ കാര്യങ്ങളാക്കി പഠിക്കാം. ഇപ്പൊ ബയോളജിയിൽ പഠിക്കുന്ന എന്താ? നിങ്ങൾ പഠിക്കുന്നുണ്ട് സ്പീഷീസ്, ഫൈലം, സൈലം, ഓക്കെ, ക്ലാസ്, ഓക്കെ, അതേപോലെ തന്നെ എന്താ പറയാ, പിന്നെ അനിമൽ കിങ്ഡത്തിലാണെങ്കിൽ തന്നെ കുറെ പാർട്സ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ? അപ്പോ ഇതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും എന്താ? ബയോളജിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്, അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ബയോളജി പഠിക്കുന്നത് ഇതിനൊക്കെ അറുത്ത് മുറിച്ച് ഓരോ ഇൻഡിവിജ്വൽ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ്. അപ്പൊ അതൊരു റിഡക്ഷനിസം അപ്രോച്ച് ആണ്. അതുപോലെ കെമിസ്ട്രിയിൽ എന്തൊക്കെയാ പഠിക്കുക? കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും, മോളിക്യൂൾ ഉണ്ടായിരിക്കും, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഇൻഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്, അതേപോലെ തന്നെ അതിനുള്ളിലുള്ള കുറെ അയോണുകൾ ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണ്. ഓക്കെ, അവരെ കുറിച്ചിട്ടാണ് നിങ്ങൾ എന്തെങ്കിലും പഠിക്കുക? കെമിസ്ട്രിയിൽ പഠിക്കുക. അതും കെമിസ്ട്രിയുടെ റിഡക്ഷനിസം ആണ്, കെമിസ്ട്രീനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുകയാണ്. അതുപോലെ ഫിസിക്സ് പഠിക്കുമ്പോൾ എന്ത് പഠിക്കും? നമ്മൾ സബാറ്റോമിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കും. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഫണ്ടമെന്റൽ പാർട്ടികൾ ലെപ്റ്റോൺ ഉണ്ട്, ബോസോൺ ഉണ്ട്, മീസോൺ ഉണ്ട്, ഹാഡ്രോൺ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഭയങ്കര അറ്റോമിക് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കര ചെറിയ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നതാണ് ശരിക്കും എന്ത് എന്ന് പറയുന്നത്? റിഡക്ഷനിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പൊ ഒരു മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള സിസ്റ്റം മൈക്രോസ്കോപ്പിക് കോൺസ്റ്റന്റ്സിന്റെ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെ വിളിക്കാം? അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ എ മാക്രോസ്കോപ്പിക് സിസ്റ്റം in terms of microscopic constants. എന്താ സംഭവം? ഒരു മാക്രോസ്കോപ്പിക്, ഒരു വലിയ സിസ്റ്റത്തിനെ ഞാൻ അതിന്റെ ഉള്ളിലുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കോൺസ്റ്റുവൻസിനെ ഉപയോഗിച്ചിട്ട് പഠിക്കുകയാണ്. ഓക്കെ, വലിയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വലിയൊരു സിസ്റ്റം, ബൾക്ക് ആയിട്ടുള്ള സിസ്റ്റം. അതിന്റെ ഉള്ളിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനായിരിക്കും, അതായത് സൂക്ഷ്മമായിട്ടുള്ള പാർട്ടിക്കിൾസിനായിരിക്കും. ആരൊക്കെ? ആറ്റംസ് ഉണ്ടാവാം, മോളിക്യൂൾസ് ഉണ്ടാവാം, അയോണുകൾ ഉണ്ടാവാം, അല്ലെ, കണികകളായിട്ട് കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവാം. ഇവരെ ഉപയോഗിച്ചിട്ട് മാക്രോസ്കോപ്പിക് സിസ്റ്റംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ആ രീതിയാണ് റിഡക്ഷനിസം. അതായത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെറിയ ലെവലിലുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ട് പഠിക്കുക. ഓക്കെ, അതാണ് എന്ത്? റിഡക്ഷനിസം എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ മെഷീൻ ഈസ് ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ്, ഇൻഡിവിജ്വൽ പാർട്സ് സമ്മിങ് ഓഫ് ദ ഹോൾ ഈസ് റിഡക്ഷനിസം. നമുക്കറിയാം, ഒരു മെഷീൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ വീട്ടിൽ ഏതെങ്കിലും ഒരു മെഷീൻ എടുത്തു വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിലുള്ള എന്താ പറയാ ഒരു മെഷീൻ എന്ന് കണക്കാക്കാൻ പറ്റുന്ന ഗ്രൈൻഡറോ അല്ലെങ്കിൽ മിക്സിയോ എന്തെങ്കിലും എടുക്കുക. അതിൽ കുറെ പാർട്സ് ഉണ്ട് അല്ലെ? അതിൽ കുറെ ഗിയറുകൾ ഉണ്ട്, അതേപോലെ കുറെ മൂവ് ചെയ്യുന്ന കുറെ പാർട്സ് ഉണ്ട്, മോട്ടർ ഉണ്ട്, ഓക്കെ, അതേപോലെ സ്വിച്ചുകൾ ഉണ്ട്, പിന്നെ കുറെ പാർട്സ് വേറെ ഉണ്ട്, മെറ്റീരിയൽ പാർട്സ് ആയിട്ടുണ്ട്. ഇതിനൊക്കെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യുക? ഓരോന്നിനെ അഴിച്ചെടുത്ത് ഓരോ പാർട്ടിനെ സെപ്പറേറ്റ് ആക്കിയെടുത്ത് പഠിക്കുകയാണെങ്കിൽ അതാണ് എന്ത്? റിഡക്ഷനിസം. ഓക്കെ, അങ്ങനെ ഓരോ പാർട്ടും ഉപയോഗിച്ചിട്ട് ഞാൻ എൻറ്റയർ ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് പഠിക്കാം. അതായത് എനിക്ക് ഗ്രൈൻഡറിന് എന്താ പറയാ റിമൂവ് ചെയ്താൽ, ഗ്രൈൻഡറിന്റെ ഓരോ പാർട്ടും ഇങ്ങനെ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അതിലെ ഗിയറും അതേപോലെ അതിന്റെ ബാക്കിയുള്ള മെറ്റീരിയലും മോട്ടറും ഒക്കെ അതിനെ കുറിച്ചൊക്കെ പഠിച്ചാൽ എനിക്ക് ഗ്രൈൻഡറിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഗ്രൈൻഡറിനെ കുറിച്ച് മൊത്തമായിട്ട് പഠിക്കാൻ സാധിക്കും. അതേപോലെ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം, വളരെ എളുപ്പം എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. വണ്ടീനെ കുറിച്ച് പഠിക്കുന്നത്, വെഹിക്കിൾസിനെ കുറിച്ച് പഠിക്കുന്നത്. ഞാനൊരു ബൈക്കിനെ കുറിച്ചോ കാറിനെ കുറിച്ചോ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ആ കാർ ഊരും അല്ലെ, അല്ലെങ്കിൽ ബൈക്ക് അഴിച്ച് പണിഞ്ഞിട്ട് പഠിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിൽ ഓരോ പാർട്സിനെ കുറിച്ചിട്ടും പഠിക്കുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്തിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടും, ആ ബൈക്ക് എന്തിനാണെന്നും ബൈക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ഐഡിയ കിട്ടും. ഓക്കെ, ഒറ്റയടിക്ക് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു മനസ്സിലാവില്ല. പക്ഷെ കാറിൽ ഓരോ പാർട്ട് നിങ്ങൾ അഴിച്ചെടുത്തിട്ട് മനസ്സിലാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കാറിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. ഓക്കെ, ഒരിക്കലും വീട്ടിൽ പോയിട്ട് കാർ അഴിച്ചു നോക്കിയിട്ട് പഠിക്കാനല്ല പറഞ്ഞത്, പക്ഷെ അതിന്റെ അപ്രോച്ച് അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഏതൊരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ ഉള്ളിലുള്ള കോൺസ്റ്റുവൻസ്, അതിന്റെ ഉള്ളിലുള്ള വളരെ ചെറിയ ചെറിയ ആൾക്കാരെ നമ്മൾ പുറത്തേക്ക് എടുത്ത് ഓരോ ആൾക്കാരെ കുറിച്ച് പഠിച്ച് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ വലിയൊരു സംഭവത്തിന്, അതായത് ആ വലിയ കാറിനെ കുറിച്ച് പഠിക്കുകയാണ്. ഓക്കെ, ബൈക്കും അതേപോലെ ബൈക്കിലുള്ള ഓരോ കോമ്പണൻസ്, ഇപ്പൊ എഞ്ചിൻ ആയിക്കോട്ടെ, സിലിണ്ടർ ആയിക്കോട്ടെ, കാർബറേറ്റർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക് എടുത്ത് അതിനെക്കുറിച്ച് പഠിച്ച് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബൈക്കിനെ കുറിച്ച് പഠിക്കുന്ന ഒരു രീതിയാണ് ശരിക്കും റിഡക്ഷനിസം.
ഓക്കെ, ഒറ്റയടിക്ക് ബൈക്ക് നോക്കി മനസ്സിലാക്കാതെ അതിൽ ഓരോ പാർട്സിനെയും പുറത്തേക്ക് എടുത്ത് സിമ്പിൾ പാർട്സ് ആയിട്ട് പഠിക്കുന്നു. ഓക്കെ, ഇൻഡിവിജ്വൽ പാർട്സിനെ കുറിച്ചിട്ട് പഠിക്കുന്നു. അതാണ് റിഡക്ഷനിസം എന്ന് പറയുന്ന അപ്രോച്ച്. ഓക്കെ, സോ ഇതാണ് ശരിക്കും എന്ത്, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് സ്കോപ്പ്, മൈക്രോസ്കോപ്പിക്കും മാക്രോസ്കോപ്പിക്കും ആയിട്ടുള്ള ഫിനോമിന. അതുകൊണ്ട് ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്കും റിഡക്ഷനിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതേപോലെ തന്നെ യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഈ രണ്ട് കൺസെപ്റ്റുകളും ക്ലിയർ ആയോ? യൂണിഫിക്കേഷൻ എന്താണ്, റിഡക്ഷനിസം എന്താണെന്ന്? ഓക്കെ, വെരി ഗുഡ്. അതായത് മൊത്തമായിട്ട് പഠിക്കുന്നതാണ് യൂണിഫിക്കേഷൻ. റിഡക്ഷനിസം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ചെറിയ പാർട്സ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുന്നതാണെങ്കിൽ അത് റിഡക്ഷനിസം. ഓക്കെ അല്ലേ? അപ്പോ ഇന്ന് നമ്മൾ നോക്കിയ കാര്യങ്ങൾ ബേസിക്കലി ഫിസിക്സ് എന്താണെന്ന് നോക്കി, ദെൻ സയൻസ് എന്താണെന്ന് നോക്കി, കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ഫിസിക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു, മിഷിയോ കാക്കു. അദ്ദേഹത്തിനെ മറക്കണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, ഫ്രീ കിട്ടുന്ന സമയത്ത് ഒന്ന് സർഫ് ചെയ്ത് നോക്കുക, ആരാന്ന് അറിയാൻ. പിന്നെ അദ്ദേഹത്തിന്റെ വീഡിയോസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. ദെൻ പിന്നീട് നമ്മൾ പഠിച്ച എന്താ, ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സിനെ കുറിച്ച് പഠിച്ചു. അതായത് മോഡേൺ ഫിസിക്സും അതേപോലെ തന്നെ ക്ലാസിക്കൽ ഫിസിക്സിനെ കുറിച്ചിട്ടും നമ്മൾ പഠിച്ചു. ദെൻ അതിനുശേഷം രണ്ട് അപ്രോച്ചുകൾ, ഫിസിക്സിലെ രണ്ട് അപ്രോച്ചുകളെ കുറിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു അല്ലെ? അതായത് യൂണിഫിക്കേഷൻ അപ്രോച്ചും അതേപോലെ തന്നെ റിഡക്ഷനിസം അപ്രോച്ചും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് നോക്കിയത്. അപ്പൊ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്റർ ആണ്. ഞാനിപ്പോ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ നമുക്ക് പഠിച്ചു വരുമ്പോൾ ഇത് വെറും ഒരു ഹാഫ് പേജ് ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ. അതായത് വളരെ ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇനി ഇതിൽ പഠിക്കാനുള്ള ഫണ്ടമെന്റൽ ഫോഴ്സസ് എന്ന് പറയുന്ന വിഭാഗമാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നോക്കാം. ഓക്കെ, അപ്പോ എന്തെങ്കിലും ഡൗട്ട്സ്, ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏതെങ്കിലും ഭാഗം മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. സർ, ചോദിച്ചോളൂ. റിഡക്ഷനിസത്തിന്റെ ആ ഒരു ഡെഫിനിഷൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാമോ? റിഡക്ഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിനെ മൈക്രോസ്കോപ്പിക് കോൺസ്റ്റിറ്റ്വൻസിന്റെ ടേമിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ എ മാക്രോസ്കോപ്പിക് സിസ്റ്റം ഇൻ ടേംസ് ഓഫ് മൈക്രോസ്കോപ്പിക് കോൺസ്റ്റിറ്റ്വൻസ്. ഓക്കെ, ഒന്നുകൂടി പറയാം, അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ എ മാക്രോസ്കോപ്പിക് സിസ്റ്റം ഇൻ ടേംസ് ഓഫ് മൈക്രോസ്കോപ്പിക് കോൺസ്റ്റിറ്റ്വൻസ്. അതായത് വലിയൊരു സിസ്റ്റത്തിനെ അതിന്റെ ഉള്ളിലുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ട് ഞാൻ പഠിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ എനിക്ക് എന്താ പറയാ, വലിയൊരു സിലിണ്ടറിലുള്ള ഗ്യാസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, ആ ഗ്യാസിന്റെ ഉള്ളിലുള്ള ഓരോ മോളിക്യൂളിനെ എടുത്ത് പഠിക്കും അല്ലെ? കാരണം ആ ഗ്യാസ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് സിസ്റ്റം ആണെങ്കിലും അതിന്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് ആരാ, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ ഞാൻ ആ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിച്ചാലേ എനിക്ക് എൻറ്റയർ ആയിട്ടുള്ള ഗ്യാസിനെ കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. അതാണ് എന്ത്, എന്റെ റിഡക്ഷനിസം അപ്രോച്ച്. അതായത് ഉള്ളിലുള്ള ആൾക്കാരെ കുറിച്ചിട്ട്, അതായത് വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ കുറിച്ചിട്ട് ഇങ്ങനെ പഠിച്ചു വരിക. ഓക്കെ, അതുപോലെ ഞാൻ പറഞ്ഞൊരു മെഷീനെ കുറിച്ചിട്ടും ബൈക്കിനെ കുറിച്ചും കാറിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അതായത് ബൈക്കിനെ കുറിച്ച് എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബൈക്കിന്റെ ഉള്ളിലുള്ള ഓരോ പാർട്സിനെ കുറിച്ച് എന്ത് ചെയ്യണം, പഠിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻറ്റയർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ബൈക്കിനെ കുറിച്ചിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. എനിക്കറിയാം, കാരണം ആ പാർട്ടുകളെല്ലാം കൂട്ടിച്ചേർത്താലാണ് ബൈക്ക് കിട്ടുക. അപ്പൊ ഞാൻ ഓരോ പാർട്ടിനെയും കുറിച്ച് പഠിച്ചാൽ ഓവറോൾ ആയിട്ട് എനിക്ക് എന്തിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും, ബൈക്കിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെയാണ് ഭൂമിയിലുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും. ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ കോൺസ്റ്റിറ്റ്യൂന്റ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂൻസിനെ കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഇൻ എഫക്ട് ആരെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്, മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അതായത് 1 by 1 ആയിട്ട് ഓരോ പാർട്ടിനെ കുറിച്ചും അഥവാ ഓരോ മൈക്രോസ്കോപ്പിക് കോൺസ്റ്റിറ്റ്യൂൻസിനെ കുറിച്ചും പഠിച്ചു വരുമ്പോൾ ടോട്ടൽ ആയിട്ട് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തിനെ കുറിച്ച് തന്നെയാണ്, മാക്രോസ്കോപ്പിക് ഫുൾ ആയിട്ടുള്ള സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ എ മാക്രോസ്കോപ്പിക് ഫിനോമിന ഇൻ ടേംസ് ഓഫ് മൈക്രോസ്കോപ്പിക് കോൺസ്റ്റൻസ്. ഒരു മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ പ്രതിഭാസത്തിനെയോ മൈക്രോസ്കോപ്പിക് കോൺസ്റ്റൻസിന്റെ ടേമിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അത് ഉപയോഗിച്ചിട്ട് പഠിക്കുക. അതാണ് എന്ത്, റിഡക്ഷനിസം. ഓക്കെ, യൂണിഫിക്കേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയുന്ന ലോകളൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള ഫിനോമിനാസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുക. ഓക്കെ, അറിയുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കൺസെപ്റ്റുകളും ലോകളും ഒക്കെ ഞാൻ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക, യൂണിഫൈ ചെയ്യുക. അങ്ങനെ യൂണിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഡൈവേഴ്സ് ഫിസിക്കൽ ഫിനോമിനാസിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ക്ലിയർ ആയി സർ. ക്ലിയർ ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ല, ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെയാണ് സാർ. നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇതിന്റെ നോട്ട്സും കാര്യങ്ങളും എന്ത് ചെയ്യാം,
നിങ്ങൾ എഴുതിയ ലെക്ചർ നോട്ട് ഗ്രൂപ്പിലേക്ക് ഇടുക. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാം PDF കാര്യങ്ങൾ സെൻഡ് ചെയ്ത് തരാം. അപ്പൊ നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ കമ്പയർ ചെയ്യുക. നിങ്ങൾ ചിലർ ചോദിച്ചിരുന്നു ഞങ്ങൾ ഗ്രൂപ്പിൽ ലെക്ചർ നോട്ട് അയക്കുന്നുണ്ട്, പുറമേ ഞങ്ങൾ തരുന്ന നോട്ടുകൾ, അതായത് സാർമാരും ടീച്ചേഴ്സും അയച്ചു തരുന്ന നോട്ടുകൾ നിങ്ങൾ എഴുതണമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ മക്കളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്രേ ഉള്ളൂ, നിങ്ങൾ ഓൾറെഡി എഴുതുന്ന ലെക്ചർ നോട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനാണ്. നമ്മൾ എന്ത് കാര്യം എഴുതിയിട്ട് പഠിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി നന്നായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ലെക്ചർ നോട്ട് എഴുതാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ഫ്രഷ് മൈൻഡോട് കൂടിയിട്ട് ക്ലാസ് കേൾക്കാനും പറ്റും, നിങ്ങൾ ആ കേൾക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് ഫീഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ലെക്ചർ നോട്ട് എഴുതാൻ പറയുന്നത്. ഇനി ഞങ്ങൾ തരുന്ന നോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ കമ്പയർ ചെയ്യുക. നിങ്ങൾ എഴുതിയ പോയിന്റുകളാണെങ്കിൽ നിങ്ങൾ അത് എഴുതണമെന്നില്ല. ഓക്കെ, ഞങ്ങൾ തരുന്ന നോട്ടുകളിലുള്ള പോയിന്റുകൾ നിങ്ങൾ ഓൾറെഡി എഴുതിയതാണെങ്കിൽ എഴുതണ്ട, നിങ്ങൾ കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും എഴുതിയാൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങൾ എഴുതാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അത് എഴുതി ചേർക്കുക. ഓക്കെ, അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തരുന്ന നോട്ടുകൾ നിങ്ങൾ വീണ്ടും എഴുതി വെക്കണം എന്നില്ല. ഓൾറെഡി എഴുതിയ കാര്യങ്ങളാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ സർ. ഓക്കെ, സോ ഒരു കാര്യം കൂടി പറയുന്നത്, നാളത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഇനി മുതലുള്ള ക്ലാസ്സുകൾ എന്തായിരിക്കും, രാവിലെ 7:30 സ്റ്റാർട്ട് ചെയ്യുക. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ്സുകൾ തുടങ്ങും. അപ്പൊ നമുക്ക് അതുകൊണ്ട് നമുക്ക് എന്താ 9 മണി അല്ലെങ്കിൽ ഒരു 8:30 8:45 ആകുമ്പോഴേക്കും നമ്മുടെ ക്ലാസ്സുകൾ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ്സുകൾ എപ്പോഴായിരിക്കും 7:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ കാര്യം ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. കറക്റ്റ് 7:30 എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സർ. Okay, sir. Thank you, Have a sir. nice day. Thank you, sir. Thank you, sir. Thank you, sir.